ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ 10ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസ് സെക്കൻഡ്, അതായത് ജോഗ്രഫി ഭാഗത്ത് നിന്നുള്ള 1ാമത്തെ ചാപ്റ്റർ മുതലാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ SSLC ന്യൂ സിലബസ് പ്രകാരമുള്ള ടെക്സ്റ്റ് ബുക്കാണ് നമ്മളിവിടെ ഒന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പരിചയപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സാമൂഹ്യശാസ്ത്രം 2, അതിൽ ഭാഗം 1 ക്ലാസ് 10 അപ്പോൾ അതിൽ നമുക്ക് പഠിക്കേണ്ട ഭാഗങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഏതൊക്കെ ചാപ്റ്റർ ആണെന്ന് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് പരിചയപ്പെട്ടു പോകാം. അപ്പോൾ നമ്മുടെ ചാപ്റ്റേഴ്സ് ഇവിടെ വന്നു. ഉള്ളടക്കത്തിൽ വന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? 1ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്ന് പറയുന്നതാണ്. അപ്പോൾ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയുമാണ് 1ാമത്തെ ചാപ്റ്റർ. 2ാമത്തേത് കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റവും എന്നതാണ്. 3ാമത്തേത് മഴക്കാടുകളിൽ നിന്നും മഞ്ഞുരുകാത്ത നാട്ടിലേക്ക്. 4ാമത്തെ ചാപ്റ്ററാണ് ഉപഭോക്താവ്, അവകാശങ്ങളും സംരക്ഷണവും. 5ാമത്തെ ചാപ്റ്റർ പണവും സമ്പദ് വ്യവസ്ഥയും. ഇങ്ങനെ 5 ചാപ്റ്ററാണ് നമുക്ക് ജോഗ്രഫി ഭാഗത്ത് നിന്ന് പഠിക്കാനായിട്ട് ഉള്ളത് ന്യൂ സിലബസ് പ്രകാരം. അപ്പോൾ ഇതിൽ പല ചാപ്റ്ററുകളും ചിലപ്പോൾ നമ്മൾ ആദ്യമായിട്ട് 10ാം ക്ലാസ്സിലെ കുട്ടികൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നതായിരിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും സമയം കളയേണ്ട, നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവർ ഉണ്ടെങ്കിൽ, ആരെങ്കിലും അങ്ങനെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മുടെ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതുപോലെ നിർദ്ദേശങ്ങൾ, ഇതൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് പഠിക്കുന്നത് 1ാമത്തെ ചാപ്റ്റർ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും. അപ്പോൾ ആ ചാപ്റ്ററിൻ്റെ ആ ഒരു പാഠത്തിന് കൊടുത്തിരിക്കുന്ന ചിത്രം തന്നെ കണ്ടു. അന്തരീക്ഷ സ്ഥിതിയാണ്, അതുപോലെ കാലാവസ്ഥ, ഇതൊക്കെയാണ് നമ്മുടെ ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് 1ാമത്തെ ചാപ്റ്റർ, ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് കണ്ടോ, നമ്മുടെ ദിനാന്തരീക്ഷം, ഓരോ ദിവസത്തെയും അന്തരീക്ഷ സ്ഥിതിയാണ്. അതായത് സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട്, മഴയുണ്ട്, കാർമേഘങ്ങളുണ്ട്, അതുപോലെ കാറ്റ്, മഞ്ഞ്, ഇങ്ങനെ പല നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ അന്തരീക്ഷ സ്ഥിതിയിലെ ഒരു ചിത്രങ്ങളായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രദേശത്തെ നിലവിലെ അന്തരീക്ഷ സ്ഥിതി നിരീക്ഷിക്കൂ. വെയിൽ, മഴ, മഞ്ഞ്, ചൂട്, തണുപ്പ്, കാറ്റ്, മേഘം തുടങ്ങി നമുക്ക് അനുഭവപ്പെടുന്ന അവസ്ഥകൾ അന്തരീക്ഷത്തിൽ സ്ഥായിയാണോ? ഭൂമിയിൽ ഓരോ പ്രദേശത്തും ലഭ്യമാകുന്ന സൂര്യപ്രകാശത്തിൻ്റെ അളവിന് അനുസൃതമായിട്ടുള്ള അന്തരീക്ഷ താപനില, മർദ്ദം, കാറ്റ്, ആർദ്രത തുടങ്ങിയ ഘടകങ്ങൾക്ക് വിധേയമായിരിക്കും അവിടെ അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥകൾ. അപ്പോൾ അതിനാൽ ഈ ഘടകങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ദിനാന്തരീക്ഷ ഘടകങ്ങൾ എന്ന് പറയുന്നത്, എലമെൻറ്റ്സ് ഓഫ് വെതർ. അപ്പോൾ ദിനാന്തരീക്ഷ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ചേർന്നതാണ്? ഭൂമിയിൽ ഓരോ പ്രദേശത്തും ലഭ്യമാകുന്ന സൂര്യപ്രകാശത്തിൻ്റെ അളവിനനുസൃതമായുള്ള അന്തരീക്ഷ താപനില, അതുപോലെ മർദ്ദം, കാറ്റ്, ആർദ്രത തുടങ്ങിയ ഘടകങ്ങൾക്ക് വിധേയമാണ് അവിടുത്തെ അന്തരീക്ഷ അവസ്ഥ എന്ന് പറയുന്നത്. അതിനാൽ ഈ ഘടകങ്ങളെ ചേർത്ത് പറയുന്ന പേരാണ് എന്ത്? ദിനാന്തരീക്ഷ ഘടകങ്ങൾ. ഇനി നമ്മൾ പറയുന്നത്, ഒരു നിശ്ചിത പ്രദേശത്ത് ഹ്രസ്വകാലയളവിൽ അനുഭവപ്പെടുന്ന താപനില, അന്തരീക്ഷമർദ്ദം, കാറ്റുകൾ, ആർദ്രത, വർഷണം തുടങ്ങിയ സാഹചര്യങ്ങളെയാണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത്. നമ്മൾ വെതർ, കാലാവസ്ഥ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ദിനാന്തരീക്ഷ സ്ഥിതി, ഒരു ദിവസത്തെ അന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ചേർന്നതാണ്? ഒരു നിശ്ചിത പ്രദേശത്ത് ഹ്രസ്വകാലയളവിൽ, ഒരു ചെറിയ കാലയളവിൽ അനുഭവപ്പെടുന്ന താപനില, അന്തരീക്ഷമർദ്ദം, അവിടുത്തെ കാറ്റുകൾ, ആർദ്രത, വർഷണം തുടങ്ങിയ സാഹചര്യങ്ങളെ ചേർത്ത് പറയുന്ന പേരെന്താണ്? അതിനെയാണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത്.
ഒരു വിശാല ഭൂപ്രദേശത്ത് ദീർഘകാലമായി അനുഭവപ്പെടുന്ന ദിനാവസ്ഥ സാഹചര്യങ്ങളുടെ ശരാശരിയെയാണ് കാലാവസ്ഥ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ദിവസവും പറയുന്ന കാലാവസ്ഥ എന്താണ്? ക്ലൈമറ്റ് അല്ലെങ്കിൽ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു വിശാല ഭൂപ്രദേശത്ത്, അതായത് ഒരു വലിയൊരു ഭൂപ്രദേശം, ആ ഭൂപ്രദേശത്ത് ദീർഘകാലമായി അനുഭവപ്പെടുന്ന ദിനാവസ്ഥ സാഹചര്യങ്ങളുടെ ശരാശരി. ഒരുപാട് നാളായിട്ട് അവിടെ ഇങ്ങനെ എന്താണ്, ചൂടാണെങ്കിൽ ചൂട്, തണുപ്പാണെങ്കിൽ തണുപ്പ്, അങ്ങനെ ഒരു വിശാല ഭൂപ്രദേശത്ത് ദീർഘകാലമായി അനുഭവപ്പെടുന്ന ദിനാവസ്ഥ സാഹചര്യങ്ങളുടെ ശരാശരിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കാലാവസ്ഥ എന്ന് വിളിക്കുന്നത്. ഏകദേശം 35 മുതൽ 40 വർഷക്കാലത്തെ ദിനാവസ്ഥ സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് ഒരു പ്രദേശത്തിൻ്റെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഒരു പ്രദേശത്തിൻ്റെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നത് എത്ര മുതൽ എത്ര വർഷക്കാലത്തെ ദിനാവസ്ഥ സാഹചര്യം പരിഗണിച്ചാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 35 മുതൽ 40 വർഷക്കാലത്തെ ദിനാവസ്ഥ സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് ഒരു പ്രദേശത്തിൻ്റെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നത്. ഭൂമുഖത്തെ സസ്യജന്തുജാലങ്ങളിലും മനുഷ്യജീവിതത്തിലും വൈവിധ്യം തീർക്കുന്നതിൽ അതത് പ്രദേശത്തെ കാലാവസ്ഥാ സാഹചര്യങ്ങൾ നിർണായകമാണ്. അപ്പോൾ നമ്മുടെ ഭൂമുഖത്തെ സസ്യജന്തുജാലങ്ങളിലും അതുപോലെ മനുഷ്യജീവിതത്തിലും വൈവിധ്യം തീർക്കുന്നതിൽ അതാത് പ്രദേശത്തെ കാലാവസ്ഥാ സാഹചര്യങ്ങൾ നിർണായകമാണ്. ആഹാരക്രമം, വസ്ത്രധാരണം, ഭവന നിർമ്മാണം, അതുപോലെ തൊഴിൽ തുടങ്ങിയവയിൽ മാത്രമല്ല നമ്മുടെ ശാരീരികവും മാനസികവുമായ സ്ഥിതിവിശേഷങ്ങളിലും മനുഷ്യരാശിയിലെ വർണ്ണവർഗ വൈവിധ്യങ്ങളിലും കാലാവസ്ഥാ ഘടകങ്ങളുടെ സ്വാധീനം പ്രകടമാണ്. അപ്പോൾ കാലാവസ്ഥ നമ്മളുടെ എന്തിനെയൊക്കെ സ്വാധീനിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം എന്താണ്? നമ്മുടെ ആഹാരക്രമം, വസ്ത്രധാരണം, ഭവന നിർമ്മാണം, തൊഴിൽ തുടങ്ങിയവയിൽ മാത്രമല്ല നമ്മുടെ ശാരീരികവും മാനസികവുമായ സ്ഥിതിവിശേഷങ്ങളിലും മനുഷ്യരാശിയിലെ വർണ്ണവർഗ വൈവിധ്യങ്ങളിലും കാലാവസ്ഥാ ഘടകങ്ങളുടെ സ്വാധീനം പ്രകടമാണ്. ലോകമെമ്പാടുമുള്ള കാർഷിക വൃത്തി മുഖ്യമായും കാലാവസ്ഥയ്ക്ക് അനുസൃതമായാണ്. അപ്പം നമ്മുടെ ലോകത്തിൽ കാർഷിക വൃത്തി നടക്കുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? കാർഷിക വൃത്തി നടക്കുന്നത് കാലാവസ്ഥയ്ക്ക് അനുസൃതമായാണ്. ലോക ചരിത്രത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിയ ആദ്യകാല സമുദ്ര സഞ്ചാരങ്ങൾ മുതൽ ആധുനിക ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങൾ വരെ ദിനാവസ്ഥ സ്ഥിതി വിവരങ്ങളെ ആശ്രയിക്കുന്നു. അപ്പോൾ നമ്മൾ പണ്ട് കാലത്തൊക്കെ ലോക ചരിത്രത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിയ ആദ്യകാല സമുദ്ര സഞ്ചാരങ്ങൾ അല്ലേ, ഈ സമുദ്ര സഞ്ചാരങ്ങൾ മുതൽ എന്തൊക്കെ വരെയാണ്? ആധുനിക ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങൾ വരെ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? ദിനാവസ്ഥ സ്ഥിതി വിവരങ്ങളെ ആശ്രയിച്ചാണ് നടക്കുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഇവിടെ ഒരു ബോക്സിൽ തന്നിട്ടുണ്ട്, ജസ്റ്റ് നമുക്ക് പറഞ്ഞു പോകാം. ഇന്ത്യൻ കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ്. അപ്പോൾ അല്ലെങ്കിൽ IMD എന്ന് പറയും, ഇന്ത്യൻ കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഏജൻസിയാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അഥവാ IMD എന്ന് പറയുന്നത്. അപ്പോൾ ആരുടെ കീഴിലാണ് ഈ IMD പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ കീഴിലാണ്? ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഏജൻസിയാണ് ഈ IMD അഥവാ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ്. രാജ്യത്ത് കാലാവസ്ഥാ നിരീക്ഷണങ്ങൾ, കാലാവസ്ഥാ പ്രവചനം തുടങ്ങിയ ചുമതലകൾ വഹിക്കുന്ന പ്രധാന ഏജൻസിയാണിത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇവരുടെ മേൽനോട്ടത്തിൽ നടക്കുന്നത് കാലാവസ്ഥാ നിരീക്ഷണങ്ങൾ, നമ്മുടെ രാജ്യത്തെ കാലാവസ്ഥാ നിരീക്ഷണങ്ങൾ, കാലാവസ്ഥാ പ്രവചനം തുടങ്ങിയ ചുമതലകൾ വഹിക്കുന്ന പ്രധാന ഏജൻസിയാണ് ഏത്? നമ്മുടെ IMD എന്ന് പറയുന്നത്. IMDയുടെ ആസ്ഥാനം അതല്ലെങ്കിൽ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഡൽഹിയിലാണ്. അപ്പോൾ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് ഡൽഹിയാണ്. കൂടാതെ ഇന്ത്യയിലും അന്റാർട്ടിക്കയിലുമായി 100 കണക്കിന് നിരീക്ഷണ സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇനി ഈ IMDയുടെ നിരീക്ഷണ സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നത് എവിടെയൊക്കെ ആയിട്ടാണ്? ഇന്ത്യയിലുമുണ്ട്, അതുപോലെ അന്റാർട്ടിക്കയിലുമായിട്ട് 100 കണക്കിന് നിരീക്ഷണ സ്റ്റേഷനുകളാണ് ആർക്കുള്ളത്? IMDക്ക് ഉള്ളത്. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത്
ഭൂമുഖത്തെ സകല മനുഷ്യ പ്രവർത്തനങ്ങളെയും ദിനാവസ്ഥയും കാലാവസ്ഥയും സ്വാധീനിക്കുന്നു എന്നതിനാൽ മേൽ സൂചിപ്പിച്ച പ്രധാന ദിനാവസ്ഥാ ഘടകങ്ങളെ അല്ലെങ്കിൽ കാലാവസ്ഥാ ഘടകങ്ങളെ വിശദമായി പരിശോധിക്കാം. അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞ എന്താണ് ദിനാവസ്ഥാ ഘടകങ്ങൾ അല്ലെങ്കിൽ കാലാവസ്ഥാ ഘടകങ്ങളെ വിശദമായിട്ട് നമ്മൾ പരിശോധിക്കാൻ പോകുന്നു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ ലോകത്തെ എല്ലാവരെയും ഒരേപോലെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തേത് നമ്മൾ പറയുന്നത് അന്തരീക്ഷ താപനിലയെക്കുറിച്ചാണ് പറയുന്നത്. സൂര്യനാണ് ഭൂമിയുടെ പ്രധാന ഊർജ സ്രോതസ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പം നമുക്കറിയാം ഭൂമിയുടെ പ്രധാന ഊർജ സ്രോതസ് ആരാണ്? സൂര്യനാണ്. അതുപോലെ തന്നെ അണുസംയോജന പ്രക്രിയയിലൂടെ ഈ ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെയാണ് സൂര്യനിൽ ഊർജ്ജമുണ്ടാകുന്നത്. അപ്പോൾ സൂര്യനിൽ ഊർജ്ജമുണ്ടാകുന്നത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സൂര്യനിൽ ഇങ്ങനെ ചൂട് വരുന്നു, സൂര്യൻ്റെ ചൂട് കൂടുന്നു, കുറയുന്നു. ഇതൊക്കെ എന്ത് സംഭവിക്കുന്നത്? അണുസംയോജന പ്രക്രിയ അഥവാ ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെയാണ് സൂര്യനിൽ ഊർജം ഉണ്ടാകുന്നത്. അണുസംയോജന പ്രക്രിയയെക്കുറിച്ച് ശാസ്ത്ര ക്ലാസ്സിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ പറയുന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആ അണുസംയോജനം എന്താണെന്ന്, ന്യൂക്ലിയർ ഫ്യൂഷൻ. അത് ജസ്റ്റ് പറഞ്ഞു പോകാം. രണ്ടോ അതിലധികമോ ചെറിയ അണുകേന്ദ്രങ്ങൾ കൂട്ടിയിടിയിലൂടെ സംയോജിച്ച് ഒരു വലിയ ആറ്റം രൂപപ്പെടുന്ന പ്രതിപ്രവർത്തനമാണ് അണുസംയോജനം. അപ്പോൾ അണുസംയോജനം എന്ന് പറഞ്ഞാൽ അവിടെ എന്താ നടക്കുന്നത്? രണ്ടോ അതിലധികമോ ചെറിയ അണുകേന്ദ്രങ്ങൾ എന്ത് ചെയ്യുന്നു? കൂട്ടിയിടിയിലൂടെ സംയോജിച്ച് ഒരു വലിയ ആറ്റം രൂപപ്പെടുന്ന പ്രവർത്തനമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അണുസംയോജനം എന്ന് പറയുന്നത്. ഹൈഡ്രജൻ പോലുള്ള കുറഞ്ഞ അറ്റോമിക സംഖ്യയുള്ള മൂലകങ്ങളിലാണ് ഈ പ്രക്രിയ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ അണുസംയോജനം നടക്കുന്നത് ഏത് മൂലകങ്ങളിലാണ്? ഹൈഡ്രജൻ പോലുള്ള കുറഞ്ഞ അറ്റോമിക സംഖ്യയുള്ള മൂലകങ്ങൾ. ഇപ്പോൾ കുറഞ്ഞ അറ്റോമിക സംഖ്യയാണ് ഹൈഡ്രജൻ ഉള്ളത്, ഒന്നാണല്ലേ. അപ്പോൾ ഈ ഹൈഡ്രജൻ പോലുള്ള കുറഞ്ഞ അറ്റോമിക സംഖ്യയുള്ള മൂലകങ്ങളിലാണ് എന്ത് നടക്കുന്നത്? നമ്മൾ ഈ പറഞ്ഞ അണുസംയോജനം നടക്കുന്നത്. ഇതിലൂടെ വൻതോതിൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അപ്പോൾ അണുസംയോജനം നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? കൂടുതൽ വൻതോതിൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇനി ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്? അണുസംയോജനത്തിലൂടെ ഡ്യൂട്ടീരിയം, ന്യൂട്രോൺ, ഊർജം, ഇതുപോലെ ഹീലിയം, ട്രിഷ്യം ഇതൊക്കെ ഉണ്ടാകുന്നത്. അതായത് ഹൈഡ്രജൻ്റെ വിവിധ ഊർജ മേഖലകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സൂര്യൻ ഉൾപ്പെടെ പ്രപഞ്ചത്തിലെ എല്ലാ നക്ഷത്രങ്ങളിലും ഇടതടവില്ലാതെ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അണുസംയോജനത്തിലൂടെയാണ്. അപ്പം നമ്മുടെ ഈ അണുസംയോജനത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? സൂര്യൻ ഉൾപ്പെടെ പ്രപഞ്ചത്തിലെ എല്ലാ നക്ഷത്രങ്ങളിലും എന്ത് ചെയ്യുന്നത്? ഇടതടവില്ലാതെ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്തിലൂടെയാ? അണുസംയോജനത്തിലൂടെയാണ്. സൂര്യനിൽ അണുസംയോജനത്തിലൂടെ ഓരോ സെക്കൻഡിലും 600 ദശലക്ഷം ടണ്ണിലേറെ ഹൈഡ്രജൻ ഹീലിയമായി പരിവർത്തനം ചെയ്യപ്പെടുന്നതായി കാണാം. അപ്പോൾ സൂര്യനിലെ ഈ അണുസംയോജനത്തിലൂടെ എന്താണ് സംഭവിക്കുന്നത്? ഓരോ സെക്കൻഡിലും എത്രയാ? 600 ദശലക്ഷം ടണ്ണിലേറെ ഹൈഡ്രജൻ എന്തായി മാറുന്നു? ഹീലിയമായി പരിവർത്തനം ചെയ്യപ്പെടുന്നതായി കാണാം. അപ്പം ഇതാണ് അണുസംയോജനം എന്ന് പറയുന്നത്. ഇനി നമ്മൾ അണുസംയോജനത്തിലൂടെ വൻതോതിൽ തുടർച്ചയായി രൂപപ്പെടുന്ന ഊർജം സൂര്യനിൽ നിന്ന് ഹ്രസ്വതരംഗങ്ങളായി വികിരണം ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ അണുസംയോജനത്തിലൂടെ ഉണ്ടാകുന്ന ഊർജം അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്? അല്ല. അണുസംയോജനത്തിലൂടെ വൻതോതിൽ തുടർച്ചയായി രൂപപ്പെടുന്ന ഈ ഊർജം നമ്മൾ പറഞ്ഞു സെക്കൻഡിൽ എത്രയാണ്? 600 ദശലക്ഷം ടണ്ണാണ് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത്? ഹീലിയം ഉൽപ്പാദിപ്പിക്കുന്നത് അണുസംയോജനത്തിലൂടെ. അപ്പോൾ ഈ അണുസംയോജനത്തിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജം സൂര്യനിൽ നിന്ന് എങ്ങനെയായിട്ട്? ഹ്രസ്വതരംഗങ്ങളായി വികിരണം ചെയ്യപ്പെടുന്നു. സൂര്യനിൽ നിന്നുള്ള വികിരണത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം, അതായത് ഏകദേശം 200 ദശലക്ഷത്തിൽ ഒരു ഭാഗം മാത്രമാണ്
ഭൗമോപരിതലത്തിലേക്ക് എത്തുന്നത്, അതായത് നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നത് എത്ര മാത്രമാണ്? ഈ ഉണ്ടാകുന്ന 600 ദശലക്ഷം ടണ്ണിൽ അതിൽ ഒരു ചെറിയ ഭാഗം, അതായത് 200 ദശലക്ഷത്തിൽ ഒരു ഭാഗം മാത്രമാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ സൂര്യനിൽ നിന്നുള്ള എന്തായിട്ട് വികിരണമായിട്ട് എവിടെ എത്തുന്നത്? ഭൗമോപരിതലത്തിലേക്ക് എത്തുന്നത്. ഭൗമോപരിതലത്തിലെത്തുന്ന സൗരവികിരണത്തിൻ്റെ അളവിനെ ഇൻസൊലേഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഇൻസുലേഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഭൗമോപരിതലത്തിലെത്തുന്ന സൗരവികിരണത്തിൻ്റെ അളവിന് പറയുന്ന പേരാണ് ഇൻസുലേഷൻ. അപ്പോൾ ഭൗമോപരിതലത്തിലെത്തുന്ന സൗരവികിരണം അല്ലെങ്കിൽ സൂര്യൻ്റെ ആ ഒരു വികിരണത്തിന് പറയുന്ന പേരാണ് ഇൻസുലേഷൻ. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന സൗരവികിരണത്തിൻ്റെ ഒരു ഭാഗം അന്തരീക്ഷ വസ്തുക്കളിൽ തട്ടി പ്രതിഫലിക്കുകയും മേഘങ്ങൾ, പൊടിപടലങ്ങൾ എന്നിവയാൽ ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ എന്താ പ്രത്യേകത? സൂര്യനിൽ നിന്ന് നമ്മൾ പറഞ്ഞു ഭൂമിയിലേക്ക് വരുന്ന ഈ സൗരവികിരണം എന്ത് ചെയ്യുന്നു? ഈ സൗരവികിരണത്തിൻ്റെ ഒരു ഭാഗം നമ്മുടെ അന്തരീക്ഷ വസ്തുക്കളിൽ തട്ടി പ്രതിഫലിക്കുകയും അങ്ങനെ തട്ടി പ്രതിഫലിക്കുകയും മേഘങ്ങൾ, പൊടിപടലങ്ങൾ എന്നിവയാൽ ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അതെന്ത് ചെയ്യും? മേഘങ്ങൾ അല്ലെങ്കിൽ പൊടിപടലങ്ങൾ എന്നിവയാൽ ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അന്തരീക്ഷത്തിലൂടെ കടന്നു വരുന്ന സൗരവികിരണം ഹ്രസ്വതരംഗങ്ങളായതിനാൽ അന്തരീക്ഷത്തെ കാര്യമായി ചൂട് പിടിപ്പിക്കാറില്ല. അപ്പം നമ്മുടെ ഈ പൊടിപടലങ്ങൾ നമ്മൾ പറഞ്ഞു ഇതെന്താണ്? അന്തരീക്ഷ വസ്തുക്കളിൽ തട്ടി പ്രതിഫലിക്കുന്നു ഈ ഒരു വികിരണം. അത് പിന്നെ മേഘങ്ങൾ, പൊടിപടലങ്ങൾ എന്നിവയാൽ ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അന്തരീക്ഷത്തിലൂടെ കടന്നു വരുന്ന സൗരവികിരണം എന്ത് ചെയ്യുന്നു? ഹ്രസ്വതരംഗങ്ങളായതിനാൽ ചെറിയ ചെറിയ തരംഗങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് ഇത് എന്ത് ചെയ്യത്തില്ല? അന്തരീക്ഷത്തെ കാര്യമായി ചൂട് പിടിപ്പിക്കാറില്ല. അതുകൊണ്ടാണ് നമുക്ക് അതികഠിനമായ ചൂടൊന്നും എപ്പോഴും അനുഭവപ്പെടാത്തത്. അതാണ് കാര്യം. ഇനി നമ്മൾ പറയുന്നത് സൗരവികിരണത്തിലൂടെ ഭൗമോപരിതലം ചൂട് പിടിക്കുന്നു. അപ്പോൾ ഈ സൗരവികിരണത്തിലൂടെ നമ്മുടെ ഭൗമോപരിതലം എന്ത് ചെയ്യുന്നു? ചൂട് പിടിക്കുന്നു. തുടർന്ന് വിവിധ താപന പ്രക്രിയകളിലൂടെ ഇതെന്ത് ചെയ്യും? ഭൗമോപരിതലത്തിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് താപവ്യാപനം ഉണ്ടാകുന്നു. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു? നമ്മുടെ സൗരവികിരണത്തിലൂടെ ഭൗമോപരിതലം ചൂട് പിടിക്കും. പിന്നെ എന്ത് ചെയ്യുന്നു? തുടർന്ന് വിവിധ താപന പ്രക്രിയകളിലൂടെ ഭൗമോപരിതലത്തിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് താപവ്യാപനം ഉണ്ടാകുന്നു. താപചാലനം, സംവഹനം, അഭിവഹനം, വികിരണം എന്നിവയാണ് പ്രധാന താപന പ്രക്രിയകൾ. അപ്പോൾ ഇത് ചോദിക്കാം, പ്രധാനപ്പെട്ട താപന പ്രക്രിയകളിൽ ഉൾപ്പെടുന്നത് ഏത് അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏത്? ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട താപന പ്രക്രിയകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ താപചാലനം, സംവഹനം, അഭിവഹനം, വികിരണം എന്നിവയാണ് പ്രധാന താപന പ്രക്രിയകൾ. ഇനി നമ്മൾ പറയുന്നത് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട താപന പ്രക്രിയകൾ, അന്തരീക്ഷ താപവ്യാപന പ്രക്രിയകൾ, അത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. അത് ഏതൊക്കെയെന്ന് നോക്കാം. അതിലൊന്നാമത്തെ നമ്മൾ പറഞ്ഞു താപചാലനമാണ്, അഥവാ കണ്ടക്ഷനാണ്. കണ്ടക്ഷൻ, താപചാലനം. അപ്പോൾ എന്താണ് കണ്ടക്ഷൻ അല്ലെങ്കിൽ താപചാലനം എന്ന് പറഞ്ഞാൽ ചൂടായ ഭൗമോപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിതാനങ്ങളിലേക്ക് താപം പകരുന്നു. അപ്പോൾ എന്താണ്? ചൂടായ ഭൗമോപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിതാനങ്ങളിലേക്ക് താപം പകരുന്നതിന് പറയുന്ന പേരാണ് താപചാലനം. ഇനി രണ്ടാമത് നമ്മൾ പറയുന്നത് സംവഹനം അഥവാ കൺവെക്ഷനാണ്. കൺവെക്ഷൻ അല്ലെങ്കിൽ സംവഹനം എന്ന് പറഞ്ഞാൽ ഭൂമിയോടടുത്തുള്ള അന്തരീക്ഷ വായു ചൂട് പിടിച്ച് വികസിച്ച് മുകളിലേക്ക് ഉയരുന്നതിലൂടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് താപം വ്യാപിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മുടെ ഭൂമിയോടടുത്തുള്ള അന്തരീക്ഷ വായു എന്ത് ചെയ്യുന്നു? ചൂട് പിടിച്ച് അത് വികസിച്ച് എങ്ങോട്ട് പോകും? മുകളിലേക്ക് ഉയരുന്നതിലൂടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് താപം വ്യാപിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് എന്തുണ്ടാകുന്നത്? സംവഹനം ഉണ്ടാകുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് അഭിവഹനം അല്ലെങ്കിൽ അഡ്വെക്ഷൻ എന്താണെന്നാണ് നോക്കുന്നത്. കാറ്റിലൂടെ
തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്നതിന് പറയുന്ന പേരാണ് അഭിവഹനം. അപ്പോൾ അഭിവഹനം എന്ന് പറയുമ്പോൾ അതെന്താണ്? കാറ്റിലൂടെ തിരശ്ചീനമായി എന്ത് ചെയ്യും? താപം വ്യാപിക്കുന്നു. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ എന്ത് ചെയ്യുന്നു? താപം വ്യാപിക്കുന്നതിനെയാണ് അഭിവഹനം എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ പറയുന്നത് വികിരണമാണ്, അഥവാ റേഡിയേഷൻ. എന്താണ് വികിരണം എന്ന് പറയുന്നത്? ഭൗമോപരിതലം ചൂട് പിടിക്കുന്നതോടെ ദീർഘതരംഗങ്ങളായി ഭൗമോപരിതലത്തിൽ നിന്നും ഊർജം പുറന്തള്ളുന്നതിന് പറയുന്ന പേരാണ് വികിരണം. അപ്പോൾ വികിരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഭൗമോപരിതലം ചൂട് പിടിക്കുന്നതോടെ എന്ത് ചെയ്യുന്നു? ദീർഘതരംഗങ്ങളായി ഭൗമോപരിതലത്തിൽ നിന്നും ഊർജം പുറന്തള്ളുന്നതാണ് വികിരണം. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് ഭൂമിയുടെ താപ ബഡ്ജറ്റാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിലും നമുക്ക് തന്നിരിക്കുന്നത്. കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ അവിടെയൊക്കെ ഇച്ചിരി വ്യത്യാസങ്ങളുണ്ട് എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം ഒരു ചിത്രം തന്നിട്ടുണ്ട്, ഭൂമിയുടെ താപ ബഡ്ജറ്റ്. അത് കാണുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെയുള്ള കാര്യം ഒന്ന് പഠിച്ചിട്ട് അങ്ങോട്ട് പോകാം. ഭൗമോപരിതലത്തിൽ നിന്നും ദീർഘതരംഗങ്ങളായി ഊർജം പുനഃവികിരണം ചെയ്യപ്പെടുന്ന പ്രക്രിയയെ ഭൗമവികിരണം അല്ലെങ്കിൽ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ അഥവാ ഭൗമവികിരണം എന്ന് പറഞ്ഞാൽ? ഭൗമോപരിതലത്തിൽ നിന്നും ദീർഘതരംഗങ്ങളായി ഊർജം പുനഃവികിരണം ചെയ്യുന്ന പ്രക്രിയ. ആ പ്രക്രിയക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഭൗമവികിരണം എന്ന് പറയുന്നത്. ഭൗമവികിരണത്തെ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് പോലുള്ള ഹരിതഗൃഹവാതകങ്ങൾ ആഗിരണം ചെയ്യുന്നത് അന്തരീക്ഷത്തെ ചൂടുപിടിപ്പിക്കുന്നു. അപ്പോൾ ഈ ഭൗമവികിരണം ഉണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് പോലുള്ള ഹരിതഗൃഹവാതകങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ ഭൗമവികിരണത്തെ ആഗിരണം ചെയ്യുന്നു. ഇത് അന്തരീക്ഷത്തെ ചൂടുപിടിപ്പിക്കുന്നു. ഇങ്ങനെ ഉള്ള ഇതിന് പറയുന്ന പേരാണ് ഹരിതഗൃഹപ്രഭാവം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഹരിതഗൃഹപ്രഭാവം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് പോലുള്ള ഹരിതഗൃഹവാതകങ്ങൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ ഭൗമവികിരണത്തെ ആഗിരണം ചെയ്യുന്നു. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ്. അപ്പോൾ അങ്ങനെ ആഗിരണം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ അന്തരീക്ഷത്തെ ഇത് ചൂട് പിടിപ്പിക്കും. ഈ ഒരു പ്രക്രിയ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹരിതഗൃഹപ്രഭാവം എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ എന്താണ് ഹരിതഗ്രഹങ്ങൾ? അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് ഹരിതഗ്രഹങ്ങൾ, അത് അന്വേഷിച്ചറിയാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? പ്രതിദിനം ഭൂമിയിലേക്ക് വന്നു ചേരുന്ന ഏറെക്കുറെ മുഴുവൻ ഊർജവും ഇത്തരത്തിൽ പുനഃവികിരണം ചെയ്യപ്പെടുന്നതിലൂടെ ഭൗമോപരിതല താപം ക്രമാതീതമായി കൂടാതെയും കുറയാതെയും സന്തുലിതമായി നിലനിർത്താനാകുന്നു. ഈ താപസന്തുലന പ്രക്രിയയെ ഭൂമിയുടെ താപ ബഡ്ജറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഹീറ്റ് ബഡ്ജറ്റ് അഥവാ താപ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഭൂമിയുടെ താപ ബഡ്ജറ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, പ്രതിദിനം ഭൂമിയിലേക്ക് വന്നു ചേരുന്ന മുഴുവൻ ഊർജവും എന്ത് ചെയ്യുന്നു? പുനഃവികിരണം ചെയ്യപ്പെടുന്നു. അങ്ങനെ പുനർവികിരണം ചെയ്യപ്പെടുന്നതിലൂടെ ഭൗമോപരിതല താപം ക്രമാതീതമായി കൂടാതെയും കുറയാതെയും സന്തുലിതമായി നിലനിർത്താനാകുന്ന ആ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേര്, അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് താപ ബഡ്ജറ്റ്. ഇനി നമ്മളിവിടെ ഈ ഒരു ഭൂമിയുടെ താപ ബഡ്ജറ്റ് ഇവിടെ തന്നിട്ടുണ്ട്, അത് നമുക്കൊന്ന് നോക്കിപ്പോകാം. അപ്പോൾ നമ്മുടെ സൗരവികിരണം, ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. വളരെ ഈസിയായിട്ട് നമുക്ക് ആ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഇവിടെ സൗരവികിരണം? ഈ സൗരവികിരണം എന്ത് ചെയ്യുന്നു? സൗരവികിരണത്തിൽ ഈ ഒരു വികിരണം സൂര്യൻ്റെ ഒരു വികിരണം ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ വരുമ്പോൾ അതിൽ കുറച്ച് ഭാഗം എന്ത് ചെയ്യുന്നു? അന്തരീക്ഷം പ്രതിഫലിപ്പിക്കുന്നു. 35% നമ്മുടെ അന്തരീക്ഷത്തിൽ നിൽക്കും. ഇനി അതിൽ മേഘങ്ങളും പൊടിപടലങ്ങളും ഒരു 14% ആഗിരണം ചെയ്യും. ഇനി ഭൗമോപരിതലം ആഗിരണം ചെയ്യുന്നത് എത്രയാണ്? 51% ഭൗമോപരിതലം ആഗിരണം ചെയ്യും. അതുപോലെ ഭൂമിയിൽ നിന്നുള്ള ഭൗമ വികിരണം എന്ത് ചെയ്യുന്നു?
അതിലെ ഒരു നേരിട്ട് ശൂന്യാകാശത്തേക്ക് തിരിച്ചു പോകുന്നത് 17%. ഈ ഭൗമവികിരണം, ഭൂമിയിൽ നിന്നുള്ള വികിരണം നേരിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? അത് തിരിച്ച് ശൂന്യാകാശത്തിലോട്ട് പോകും. അത് 17% പോകും. പിന്നെ ഈ ഭൗമവികിരണം എന്ത് ചെയ്യുന്നു? തിരിച്ചു പോകുന്നു. എന്ത് ചെയ്യും? പൊടിപടലങ്ങളിലും മേഘങ്ങളിലും ഒക്കെ ആഗിരണം ചെയ്യുന്നത് 34%. തിരിച്ചും അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ താപവികിരണം, താപ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന ആകെ സൗരോർജം 100 യൂണിറ്റായി സങ്കല്പിച്ചാൽ, ഇപ്പം നമ്മുടെ അന്തരീക്ഷത്തിലെത്തുന്ന സൗരവികിരണം നമ്മൾ 100 യൂണിറ്റായി സങ്കല്പിച്ചാൽ അതിൽ 35 യൂണിറ്റ് ഊർജം പ്രതിഫലനത്തിലൂടെ തിരിച്ചു പോവുകയും, അപ്പം നമ്മൾ പറഞ്ഞ 35 യൂണിറ്റ് ഊർജം എന്ത് ചെയ്യുന്നു? പ്രതിഫലനത്തിലൂടെ തിരിച്ചു പോകുകയും 14 യൂണിറ്റ് ഊർജം അന്തരീക്ഷ വസ്തുക്കൾ ആഗിരണം ചെയ്യുകയും ചെയ്യുന്നു. അതിൽ 14 യൂണിറ്റ് ആരാഗിരണം ചെയ്യും? അന്തരീക്ഷ വസ്തുക്കൾ ആഗിരണം ചെയ്യുകയും ചെയ്യുന്നു. ഭൗമോപരിതലത്തിൽ ലഭിക്കുന്നത് ആകെ 51 യൂണിറ്റ് ഊർജ്ജമാണ്. അപ്പോൾ നമ്മുടെ ഭൗമോപരിതലത്തിൽ തങ്ങി നിൽക്കുന്നത് എത്ര യൂണിറ്റ് മാത്രമാണ്? 51 യൂണിറ്റ് ഊർജം മാത്രമാണ് ഭൗമോപരിതലത്തിൽ തങ്ങി നിൽക്കുന്നത്. താപചാലനം, സംവഹനം തുടങ്ങിയ താപന പ്രക്രിയകളിലൂടെ ഭൂമിയിൽ നിന്ന് 34 യൂണിറ്റ് ഊർജം അന്തരീക്ഷത്തിന് കൈമാറും. നമ്മൾ പറഞ്ഞല്ലോ, ഭൂമിയിൽ നിന്ന് നമ്മുടെ ഭൗമവികിരണത്തിലൂടെ എന്ത് ചെയ്യുന്നു? 34 യൂണിറ്റ് അന്തരീക്ഷത്തിലോട്ട് തിരിച്ചു പോകുന്നു. 17 യൂണിറ്റ് ഊർജം ഭൗമോപരിതലത്തിൽ നിന്ന് നേരിട്ടും 48 യൂണിറ്റ് ഊർജം അന്തരീക്ഷത്തിൽ നിന്ന് പുനഃവികിരണം ചെയ്യപ്പെടുന്നതിലൂടെ ഭൂമിയിലും അന്തരീക്ഷത്തിലുമായി ലഭ്യത മുഴുവൻ ഊർജവും മടക്കി അയക്കുന്നു. അപ്പോൾ നമ്മുടെ എന്താണ് ഈ ഒരു തിരിച്ച് 17 യൂണിറ്റ് ഊർജം ഭൗമോപരിതലത്തിൽ നിന്ന് നേരിട്ട് പോകും. 48 യൂണിറ്റ് ഊർജം അന്തരീക്ഷത്തിൽ നിന്നും പുനഃവികിരണം ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ഭൂമിയിലും അന്തരീക്ഷത്തിലും എന്ത് ചെയ്യുന്നു? ലഭ്യമായ മുഴുവൻ ഊർജവും മടക്കി അയക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ താപ ബഡ്ജറ്റ്, നമ്മുടെ താപം എന്ന് പറയുന്നത്, അന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത് ഒരു മിതമായ രീതിയിൽ പോകുന്നത്. ഇനി ഇവിടെ ഭൂമിയെ ജീവഗ്രഹമായി നിലനിർത്തുന്നതിൽ താപസന്തുലന പ്രക്രിയയുടെ പ്രാധാന്യം വളരെ വലുതാണല്ലേ. അപ്പോൾ അത് കുട്ടികൾക്ക് ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ദിവസം മുഴുവൻ ഒരേ അളവിലാണോ നമുക്ക് സൗരോർജം ലഭിക്കുന്നത്? അപ്പം നമുക്ക് ലഭിക്കുന്ന സൗരോർജത്തിൻ്റെ അളവ് വെച്ച് നമുക്ക് മനസ്സിലാക്കാം. ചില ദിവസം ചൂട് കൂടുതലായിരിക്കും, ചില ദിവസം ചൂട് വളരെ കുറവായിരിക്കും. അപ്പോൾ അത് വെച്ച് നമുക്ക് മനസ്സിലാക്കാം എന്താണ് ദിവസം മുഴുവൻ ഒരേ അളവിലാണോ സൗരോർജം ലഭിക്കുന്നത്? അല്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാം അല്ലേ. സൂര്യോദയം മുതൽ ഭൂമുഖത്തേക്ക് പ്രവഹിക്കുന്ന സൗരവികിരണത്താൽ ഭൗമോപരിതല താപം ക്രമേണ ഉയരുകയും ഉച്ചയോടെ അത് പാരമ്യത്തിലെത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ ചൂട് കൂടിയ ദിവസങ്ങളിലാണെങ്കിൽ നമുക്കറിയാം എന്താണ്, സൂര്യോദയം മുതൽ ഭൂമുഖത്തേക്ക് പ്രവഹിക്കുന്ന സൗരവികിരണത്താൽ ഭൗമോപരിതല താപം എന്ത് ചെയ്യും? ക്രമേണ ഉയരുകയും ഉച്ചയോടെ അത് പാരമ്യത്തിലെത്തുകയും ചെയ്യും. ഉച്ചയാകുമ്പം ചൂട് കൂടും അല്ലേ. അപ്പോൾ വിവിധ താപവ്യാപന പ്രക്രിയകളിലൂടെയാണ് അന്തരീക്ഷം ചൂടാകുന്നത്. അപ്പോൾ അന്തരീക്ഷം ചൂടാകുന്നത് എങ്ങനെയാണ്? വിവിധ താപവ്യാപന പ്രക്രിയകളിലൂടെയാണ് നമ്മുടെ അന്തരീക്ഷം ചൂടാകുന്നത്. എന്നതിനാൽ അന്തരീക്ഷം ചൂടാകുന്നതിന് ഭൗമോപരിതലം ചൂടാകാൻ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം വേണം. അപ്പോൾ അന്തരീക്ഷം ചൂടാവാനായിട്ട് നമ്മുടെ ഭൗമോപരിതലം ചൂടാകുന്നതിനേക്കാൾ കൂടുതൽ സമയം ആർക്ക് ചൂടാവാൻ വേണം? അന്തരീക്ഷത്തിന് ചൂടാകാൻ വേണം. അതിനാൽ ഉച്ചയ്ക്ക് 2 മണിക്ക് രേഖപ്പെടുത്തുന്ന താപനിലയാണ് ഒരു ദിവസത്തെ കൂടിയ അന്തരീക്ഷ താപനിലയായി കാലാവസ്ഥാ നിരീക്ഷകർ കണക്കാക്കുന്നത്. അപ്പോൾ ഒരു ദിവസത്തെ കൂടിയ അന്തരീക്ഷ അന്തരീക്ഷ താപനിലയായിട്ട് കാലാവസ്ഥാ നിരീക്ഷകർ കണക്കാക്കുന്നത് ഏത് സമയത്തുള്ള കാലാവസ്ഥയാണെന്ന് ചോദിക്കാം. അപ്പോൾ എന്താണ്, ഉച്ചയ്ക്ക് 2 മണിക്ക് രേഖപ്പെടുത്തുന്ന താപനിലയെയാണ് ഒരു ദിവസത്തെ കൂടിയ അന്തരീക്ഷ താപനിലയായി ആര് കണക്കാക്കുന്നത്? കാലാവസ്ഥാ നിരീക്ഷകർ കണക്കാക്കുന്നത്. ഉച്ച തിരിഞ്ഞ് സൗരവികിരണത്തിൻ്റെ തീഷ്ണത കുറയും. അപ്പോൾ ഉച്ച കഴിയുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ചൂട് കുറയും അല്ലേ. വികിരണത്തിൻ്റെ തീക്ഷ്ണത ഉച്ചയാകുമ്പം എന്ത് ചെയ്യും? ഉച്ച കഴിയുമ്പോൾ കുറയും.
സമാന്തരമായി ഉണ്ടാകുന്ന ഭൗമവികിരണം മൂലം ഭൗമോപരിതല താപം ക്രമേണ കുറയുന്നു. അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ ഭൗമവികിരണവും എന്ത് ചെയ്യുന്നു, കുറയുന്നു. അപ്പോൾ ഭൗമവികിരണം അതിൻ്റെ തീക്ഷ്ണതയും കുറയുന്നത് കൊണ്ട് എന്ത് ചെയ്യും, ഭൗമോപരിതല താപം ക്രമേണ കുറയുന്നു. അപ്പോൾ സൂര്യൻ്റെ തീവ്രത ഉച്ചയ്ക്ക് ശേഷം കുറയും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫലമായിട്ട് എന്ത് കുറയും, ഭൗമവികിരണത്തിൻ്റെ ആ തീക്ഷ്ണത കുറയും. അത് എന്തിന് കാരണമാകുന്നു, ഭൗമോപരിതല താപം ക്രമേണ കുറയുന്നതിന് കാരണമാകുന്നു. രാത്രികാല ഭൗമവികിരണത്തിലൂടെ കൂടുതൽ ഊർജം നഷ്ടപ്പെട്ട് ഭൗമോപരിതലവും അന്തരീക്ഷവും തണുക്കുന്നു. അപ്പോൾ നമ്മുടെ രാത്രികാല ഭൗമവികിരണത്തിലൂടെ എന്ത് ചെയ്യും, കൂടുതൽ ഊർജം നഷ്ടപ്പെടുന്നു. അപ്പോൾ രാത്രികാലങ്ങളിലാണ് കൂടുതൽ ഊർജം നഷ്ടപ്പെടുന്നത്. അങ്ങനെ നഷ്ടപ്പെടുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ ഭൗമോപരിതലവും അന്തരീക്ഷവും എന്ത് ചെയ്യും, തണുക്കുന്നു. അതിനാൽ സൂര്യോദയത്തിന് തൊട്ട് മുമ്പുള്ള താപനിലയാണ് ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ താപനിലയായി കണക്കാക്കുന്നത്. അപ്പോൾ ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ താപനിലയായി കണക്കാക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, എന്താണ്, സൂര്യോദയത്തിന് തൊട്ടു മുമ്പുള്ള താപനില. അപ്പോൾ ഉദിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു 6-6:30 സമയം, ആ ഒരു സമയത്തിന് ഉള്ള അന്തരീക്ഷത്തിൻ്റെ ആ ഒരു താപനില, ആ സമയത്തുള്ള ആ താപനിലയാണ് എന്തെന്ന് പറയുന്നത്, ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ താപനിലയായി നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ അന്തരീക്ഷ താപനിലയായി കണക്കാക്കുന്നത് ഉച്ചയ്ക്ക് 2 മണിക്കുള്ള അന്തരീക്ഷ താപനിലയാണ്. ഇനി ഇവിടെ തന്നിരിക്കുന്നത് മാക്സിമം മിനിമം തെർമോമീറ്ററിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഈ മാക്സിമം മിനിമം തെർമോമീറ്റർ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ തന്നിട്ടുണ്ട്, എൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. മാക്സിമം തെർമോമീറ്ററും മിനിമം തെർമോമീറ്ററും എന്താണെന്ന് ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം. അന്തരീക്ഷ താപനില അളക്കുന്നത് തെർമോമീറ്റർ എന്ന ഉപകരണത്താലാണ്. അപ്പോൾ അന്തരീക്ഷ താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, എന്താണ്, തെർമോമീറ്റർ ആണ് അന്തരീക്ഷ താപനില അളക്കുന്ന ഉപകരണം. 2 സാധാരണ തെർമോമീറ്ററുകളെ യു ആകൃതിയിലുള്ള ഗ്ലാസ് ട്യൂബ് കൊണ്ട് യോജിപ്പിച്ച് തയ്യാറാക്കുന്ന പ്രത്യേകതരം ഉപകരണമാണ് മാക്സിമം മിനിമം തെർമോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മാക്സിമം മിനിമം തെർമോമീറ്റർ എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, 2 സാധാരണ തെർമോമീറ്ററുകളെ യു ആകൃതിയിലുള്ള ഗ്ലാസ് ട്യൂബ് കൊണ്ട് യോജിപ്പിച്ച് തയ്യാറാക്കുന്ന പ്രത്യേക തരം ഉപകരണം, ഇതേപോലെ തയ്യാറാക്കുന്ന പ്രത്യേക തരം എന്താണ്, ഗ്ലാസ് ട്യൂബ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രത്യേക തരം ഉപകരണമാണ് ഈ മാക്സിമം മിനിമം തെർമോമീറ്റർ. ഇനി എന്താണ് മാക്സിമം? ഒരു മാക്സിമം മിനിമം തെർമോമീറ്ററിലെ രേഖപ്പെടുത്തലിൽ നിന്ന് ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും വായിച്ചെടുക്കാനാകും. അപ്പോൾ നമുക്ക് മാക്സിമം മിനിമം തെർമോമീറ്റർ നമ്മൾ പറഞ്ഞു, എന്താണ്, നമ്മുടെ ഒരു ദിവസത്തെ അന്തരീക്ഷ താപനില കണക്കാക്കുന്ന ഉപകരണം, അത് അളക്കുന്നത്, ആ ഒരു ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്, തെർമോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാക്സിമം മിനിമം തെർമോമീറ്ററിൽ എന്ത് ചെയ്യും, ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും നമുക്ക് പെട്ടെന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. ഇനി ഇവിടെ തന്നിരിക്കുന്നത് ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി, ഫാരൻഹീറ്റ് എന്നീ ഏകകങ്ങളിലാണ് താപനില രേഖപ്പെടുത്തുന്നത്. അപ്പോൾ താപനില രേഖപ്പെടുത്തുന്ന ഏകകങ്ങൾ അഥവാ യൂണിറ്റുകൾ ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, എന്താണ്, ഏതൊക്കെയാണ്, ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ്. ഇപ്പോൾ ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, ഡിഗ്രി ഫാരൻഹീറ്റ് എന്നീ ഏകകങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, താപനില രേഖപ്പെടുത്തുന്നത്. ഫാരൻഹീറ്ററിൽ ജലത്തിൻ്റെ ഖരാങ്കം 32 ഡിഗ്രിയും തിളനില 212 ഡിഗ്രിയുമാണ്. അപ്പോൾ ഫാരൻഹീറ്ററിൽ
ജലത്തിൻ്റെ ഖരാങ്കം എത്രയാണെന്ന് ചോദിച്ചാൽ 32 ഡിഗ്രിയാണ്. അപ്പോൾ ഫാരൻ ഹീറ്ററിൽ ജലത്തിൻ്റെ ഖരാങ്കം എത്രയാണ്? 32 ഡിഗ്രിയാണ്. ഇനി ഫാരൻ ഹീറ്ററിൽ ജലത്തിൻ്റെ തിളനില എത്രയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എത്രയെന്ന് പറയാം? 212 ഡിഗ്രി സെൽഷ്യസുമാണ്. അപ്പോൾ ഫാരൻ ഹീറ്ററിൽ ജലത്തിൻ്റെ ഖരാങ്കം 32 ഡിഗ്രിയും 32 ഡിഗ്രി സെൽഷ്യസും അതിൻ്റെ തിളനില 212 ഡിഗ്രി സെൽഷ്യസുമാണ്. ഇത് യഥാക്രമം നമ്മൾ 0 ഡിഗ്രി സെൽഷ്യസും 100 ഡിഗ്രി സെൽഷ്യസുമാണ്. അപ്പോൾ ഇതിനെ നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ നമ്മുടെ ജലത്തിൻ്റെ ഖരാങ്കം എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസും അതിൻ്റെ തിളനില എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസുമാണ്. അപ്പോൾ നമ്മളിവിടെ ഫാരൻ ഹീറ്റിലും പറയുന്നു, സെൽഷ്യസിലും പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഫാരൻ ഹീറ്റിലാണെങ്കിൽ 32, സെൽഷ്യസിലാണെങ്കിൽ നമുക്ക് 5/9 ഇങ്ങനെ നമുക്കിത് കിട്ടും. അപ്പോൾ ഇത് ഫാരൻ ഹീറ്റിലും സെൽഷ്യസിലുമുള്ള ജലത്തിൻ്റെ ഖരാങ്കമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി നമ്മൾ പറയുന്നത് കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും ഉപയോഗപ്പെടുത്തി ദൈനിക താപാന്തരവും ദൈനിക ശരാശരി ഊഷ്മാവും കണക്കാക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കൂടിയ താപനിലയുമുണ്ട് കുറഞ്ഞ താപനിലയുമുണ്ട്. അത് മാക്സിമം തെർമോമീറ്ററിലാണെങ്കിൽ നമുക്ക് കൂടിയ താപനില അറിയാൻ പറ്റും, മിനിമം തെർമോമീറ്റർ ആണെങ്കിൽ കുറഞ്ഞ താപനില അറിയാൻ പറ്റും. അപ്പോൾ ഈ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും ഉപയോഗപ്പെടുത്തി ദൈനിക താപാന്തരവും ദൈനിക ശരാശരി ഊഷ്മാവും കണക്കാക്കാം. ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസമാണ് ദൈനിക താപാന്തരം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ദൈനിക താപാന്തരം എന്ന് പറഞ്ഞാൽ? ദൈനിക താപാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ ദൈനിക താപാന്തരം എന്ന് പറയുന്നത്. അപ്പോൾ ദൈനിക താപാന്തരം കണക്കാക്കുന്നത് എങ്ങനെയാണ്? ദൈനിക താപാന്തരം സമം കൂടിയ താപനില മൈനസ് കുറഞ്ഞ താപനില. അപ്പോൾ ഒരു ദിവസത്തെ കൂടിയ താപനിലയെ എന്ത് ചെയ്യുന്നു? കുറഞ്ഞ താപനില കൊണ്ട് നമ്മൾ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ദൈനിക താപാന്തരം കിട്ടും എന്നാണ് പറയുന്നത്. ഇനി ഒരു ദിവസത്തെ ശരാശരി താപനിലയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ദൈനിക ശരാശരി താപനില. അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട് ദൈനിക ശരാശരി താപനില എന്താണെന്ന്. ദൈനിക ശരാശരി താപനില എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദിവസത്തെ കൂടിയ താപനിലയും ശരാശരി താപനിലയെ, ഒരു ദിവസത്തെ ശരാശരി താപനിലയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ദൈനിക ശരാശരി താപനില എന്ന് വിളിക്കുന്നത്. ഇത് കണക്കാക്കാൻ എങ്ങനെയാണ്? ദൈനിക ശരാശരി താപനില സമം കൂടിയ താപനില മൈനസ് കുറഞ്ഞ താപനില ഭാഗം അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ 2. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണക്കാക്കുന്നത്? ദൈനിക ശരാശരി താപനില കണക്കാക്കുന്നത്. ഇനി നമ്മൾ ചൂടും താപനിലയും എന്താണെന്ന് പറയുന്നു. തന്മാത്രാ ചലനം മൂലം ഒരു വസ്തുവിലുണ്ടാകുന്ന ആകെ ഊർജമാണ് ചൂട് അഥവാ താപം. അപ്പം നമ്മുടെ തന്മാത്രാ ചലനം മൂലം എന്ത് ചെയ്യുന്നു? ഒരു വസ്തുവിലുണ്ടാകുന്ന ആകെ ഊർജം, ആ വസ്തുവിൻ്റെ ഊർജമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ചൂട് അല്ലെങ്കിൽ അതിൻ്റെ താപം എന്ന് പറയുന്നത്. ഇത് ജൂൾ എന്ന ഏകകത്തിൽ രേഖപ്പെടുത്തുന്നു. അപ്പോൾ ചൂട് രേഖപ്പെടുത്തുന്ന ഏകകം ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ന് പറയാൻ പറ്റും? ജൂളാണ്. ചൂട് അളക്കുന്ന ഏകകം അതാണ് എന്ത്? ജൂള്. അപ്പോൾ ജൂൾ എന്ന ഏകകത്തിലാണ് നമുക്ക് എന്ത് കണക്കാക്കാൻ പറ്റുന്നത്? ഈ ഒരു ഊർജം അല്ലെങ്കിൽ ചൂട് അല്ലെങ്കിൽ താപം അളക്കാൻ പറ്റുന്നത്. ഒരു വസ്തുവിൻ്റെ താപത്തിൻ്റെ അളവുകോലാണ് ഊഷ്മാവ് അഥവാ താപനില. ഇനി ഊഷ്മാവ് അല്ലെങ്കിൽ താപനില എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഒരു വസ്തുവിൻ്റെ താപത്തിൻ്റെ അളവുകോലാണ് എന്തെന്ന് പറയുന്നത്? ഊഷ്മാവ് അഥവാ താപനില എന്ന് പറയുന്നത്. ഇത് ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ്, കെൽവിൻ തുടങ്ങിയ ഏകകങ്ങളിൽ രേഖപ്പെടുത്തുന്നു. അപ്പോൾ താപത്തിൻ്റെ അളവുകോലാണ് ഊഷ്മാവെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഊഷ്മാവ് അളക്കുന്നത് ഏതൊക്കെ യൂണിറ്റുകളാണ് ഊഷ്മാവിൻ്റെ യൂണിറ്റുകളെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം
അല്ലെങ്കിൽ താപനിലയുടെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇതെങ്ങനെയൊക്കെ പറയും? ഡിഗ്രി സെൽഷ്യസ്. താപനിലയുടെ യൂണിറ്റ് പറയുമ്പോൾ ഡിഗ്രി സെൽഷ്യസ് പറയും. ഡിഗ്രി ഫാരൻഹീറ്റിൽ നമ്മൾ പറയും. കെൽവിൻ തുടങ്ങിയ ഏകകങ്ങൾ അഥവാ യൂണിറ്റുകൾ എന്തിനുപയോഗിക്കുന്നു? നമ്മൾ ഈ ഒരു താപനില അളക്കുന്നതിനുള്ള യൂണിറ്റുകളായി ഉപയോഗിക്കുന്നു. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രദേശത്തെ കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസുമാണെന്ന് സങ്കല്പിച്ച് ദൈനിക താപാന്തരവും ദൈനിക ശരാശരി താപനിലയും കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞായിരുന്നു, ഒരു ദിവസത്തെ ശരാശരി താപനിലയാണ് ദൈനിക ശരാശരി താപനില എന്ന് പഠിച്ചു നമ്മൾ. അതുപോലെ ഈ ദൈനിക ശരാശരി താപനില കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? കൂടിയ താപനില പ്ലസ് കുറഞ്ഞ താപനില, അതിനെ രണ്ടിനെയും കൂടെ കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 2 കൊണ്ട് ഹരിച്ചാൽ മതി. ഇനി ഇവിടെ എത്രയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ദിവസത്തെ കൂടിയ താപനില 36 ഡിഗ്രി, ഈ കുറഞ്ഞ താപനില എത്രയായിട്ട് വരും? 28. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ കൂട്ടുക, അതിന് 2 കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ദൈനിക ശരാശരി താപനില കിട്ടും. ഇനി ദൈനിക താപനിലയാണെങ്കിലോ നമ്മുടെ ആ പ്രദേശത്തെ ദൈനിക താപാന്തരം കണക്കാക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ കൂടിയ താപനില എന്ത് ചെയ്താൽ മതി? കുറഞ്ഞ താപനില കൊണ്ട് കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആ ദിവസത്തെ ദൈനിക താപനിലയും കിട്ടും. അന്തരീക്ഷ താപനില സംബന്ധിച്ച വിവരങ്ങളെ കാലാവസ്ഥാ പഠനങ്ങൾക്കും കൂടുതൽ വിശകലനങ്ങൾക്കുമായി ഉപയോഗപ്പെടുത്തുന്നു. ഓരോ പ്രദേശത്തും രേഖപ്പെടുത്തുന്ന താപനിലയെ ഭൂപടങ്ങളിൽ അടയാളപ്പെടുത്തി ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് സാങ്കല്പിക രേഖകൾ വരയ്ക്കുന്നു. ഈ സാങ്കല്പിക രേഖകളെ സമതാപരേഖകൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ സമതാപരേഖകൾ അല്ലെങ്കിൽ ഐസോതേംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾക്ക് പറയുന്ന പേരാണ് സമതാപരേഖകൾ അല്ലെങ്കിൽ ഐസോതേംസ് എന്ന് പറയും. താപവിതരണം സംബന്ധിച്ച വിശകലനങ്ങൾക്ക് സമതാപരേഖാ ഭൂപടങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ ഈ സമതാപരേഖാ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? താപവിതരണം സംബന്ധിച്ച വിശകലനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഭൂപടങ്ങളാണ് സമതാപരേഖാ ഭൂപടങ്ങൾ. സമതാപരേഖകൾ ഉപയോഗിച്ച് ആഗോള താപവിതരണം കാണിക്കുന്ന ഭൂപടമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് നോക്കിപ്പോകാം. അപ്പോൾ ഇവിടെ സമതാപരേഖകൾ ഉപയോഗിച്ചുള്ള ഒരു ഭൂപടമാണ് നമ്മുടെ ഭൂമധ്യരേഖ. അപ്പോൾ അവിടെ ഭൂമധ്യരേഖയ്ക്ക് താഴെ താപീയ മധ്യരേഖ, പിന്നെ അപ്പോൾ ഇവിടെ സമതാപം ഒരേ താപ വിതരണമുള്ളതാണ്. അപ്പോൾ ആഗോള താപവിതരണത്തിൻ്റെ ആ 1 ഡിഗ്രി സെൽഷ്യസിൽ ഓരോ സ്ഥലത്തെയും താപവിതരണമാണ് നമ്മൾ ഇവിടെ കണ്ടത്. സമതാപരേഖ ഭൂപടമാണ് ഇവിടെ തന്നിരിക്കുന്നത്. കണ്ടോ, ഇവിടെ എല്ലാം ഒരേ പ്രദേശങ്ങളെ ഒരേ സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന, ഇവിടെ നിന്ന് ഇതേപോലെ ഒരേ അളവായിരിക്കും, ഒരേ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭൂപടങ്ങളായിരിക്കും. അപ്പോൾ അതാണ് സമതാപരേഖ ഭൂപടങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ സമതാപരേഖകളുടെ വിന്യാസക്രമം എല്ലായിടത്തും ഒരുപോലെ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സമതാപരേഖകളുടെ വിന്യാസക്രമം എല്ലായിടത്തും ഒരുപോലെയാണോ? അപ്പോൾ ഇവിടെ സമതാപരേഖ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്? ഒരേ താപമുള്ള സ്ഥലങ്ങളെ തമ്മിലാണ് നമ്മൾ വരയ്ക്കുന്നത് അല്ലേ, ഭൂപടത്തിൽ വരയ്ക്കുന്നത്. ഇപ്പോൾ 2 സ്ഥലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 2 സ്ഥലങ്ങളിലും എന്തായിരിക്കണം? അവിടുത്തെ താപം ഒരേപോലെ ആയിരിക്കണം. സ്ഥലങ്ങളിലാണ് താപം ഒരേപോലെ. അപ്പോൾ ഇവിടെ നമ്മൾ താപത്തിലെ വിന്യാസക്രമം എല്ലായിടത്തും ഒരുപോലെയാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഭൂപടം, ഈ ഭൂപടത്തിൽ താപം വിന്യാസം നൽകിയിട്ടുണ്ട്. ഇവിടെ എന്താണ്? -25 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇത്
ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു വരച്ചുണ്ട് ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ ഇവിടെ വരച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ അല്ല. ഇവിടെ നിന്ന് ഇതേപോലെ -12.5 ഡിഗ്രി സെൽഷ്യസ്, പിന്നെ 0 ഡിഗ്രി സെൽഷ്യസ്, ഇവിടെ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്, ഇവിടെ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഇത് എല്ലായിടത്തും ഒരുപോലെ അല്ല. അപ്പോൾ ഇതാണ് താപത്തിനനുസരിച്ച് വ്യത്യാസപ്പെടും. അപ്പോൾ ഒരേ താപമുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ ഭൂപടം ഒരു മാപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, വരച്ച് യോജിപ്പിച്ചിരിക്കുന്നത്. ഇനി ഭൂമധ്യരേഖയിൽ നിന്ന് അകലും തോറും താപനില പൊതുവെ കുറഞ്ഞു വരുന്നത് കണ്ടില്ലേ. അപ്പം നമുക്കറിയാം ഭൂമധ്യരേഖയിലാണെങ്കിൽ താപനില എന്താണ്, ഭൂമധ്യരേഖ ഇവിടെ തന്നിട്ടുണ്ട്. ഭൂമധ്യരേഖയിൽ ഇവിടെ ഭൂമധ്യരേഖയാണ് തന്നിരിക്കുന്നത്. ഇവിടെ ഇത് കണ്ടോ, താപം ഒരേപോലെയാണ്. ഇവിടെ 30 ഡിഗ്രി സെൽഷ്യസ് ആണ്, ഇവിടെയും അതുപോലെയാണ്. ഇനി ഇവിടെ നിന്ന് അകന്നു പോകും തോറും എന്താണ്, താപത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട്. താപം കൂടുകയും കുറയുകയും മൈനസ് ആവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭൂമധ്യരേഖയിൽ നിന്ന് അകലും തോറും താപനില പൊതുവെ കുറഞ്ഞു വരുന്നു. വൻകരകളും സമുദ്രങ്ങളും ചേരുന്ന ഇടങ്ങളിൽ സമതാപരേഖകൾ പ്രകടമായി വളയുന്നത് എന്തുകൊണ്ടായിരിക്കാം? അപ്പം നമ്മൾ ഇവിടെ കണ്ടു എന്താണ്, വൻകരകളുള്ള സ്ഥലം, അതുപോലെ സമുദ്രങ്ങൾ, ഇതൊക്കെ ചേരുന്ന സ്ഥലങ്ങളിലെ ഈ ഒരു ഭൂപടം എന്ത് ചെയ്യുന്നു, വളഞ്ഞു വരുന്നു. കാരണം അവിടെ എന്താണ്, ഇവിടെ വൻകരകൾ സമുദ്രങ്ങൾ ഒക്കെയുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഭൂപടങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് അല്ലേ. അപ്പം ഇങ്ങനെ വളഞ്ഞു പോകുന്നുണ്ട്. അത് ഇവിടെ എന്താണ്, വൻകരകളും അതുപോലെ തന്നെ സമുദ്രങ്ങളുമുള്ള സ്ഥലങ്ങളിലെ ഈ ഒരു താപവിതരണത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇനി ഉത്തരാർദ്ധഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർദ്ധഗോളത്തിൽ സമതാപരേഖകൾ അക്ഷാംശങ്ങൾക്ക് ഏറെക്കുറെ സമാന്തരമാകാൻ കാരണം എന്തായിരിക്കും? അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം എന്താണ്, ഉത്തരാർദ്ധഗോളം ഇവിടെ മുകളിലാണ് ഉത്തരാർദ്ധഗോളം, താഴെ എന്താണ് ദക്ഷിണാർദ്ധഗോളം. ഈ താഴെ ദക്ഷിണാർദ്ധഗോളത്തിലെ ഓരോ ലൈനുകളും നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരേപോലെ 0 ഡിഗ്രി ആയാലും 10 ഡിഗ്രി ഇതൊക്കെ ഒരേപോലെയാണ്. ഇതിനുള്ള കാരണം എന്താണ്, ദക്ഷിണാർദ്ധഗോളത്തിലെ എല്ലാം എന്താണ്, കൂടുതലും സമുദ്രമാണ് ഉള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഭൂമിയിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും ഒരേ താപനിലയല്ല അനുഭവപ്പെടുന്നത്. അത് നമുക്കറിയാമെന്നുള്ളതാണല്ലേ. ഒരു സ്ഥലത്ത് തണുപ്പായിരിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് ചൂടായിരിക്കും, ഒരു സ്ഥലത്ത് ചൂടാകുമ്പോൾ മറ്റൊരു സ്ഥലത്ത് മഴയായിരിക്കും. അങ്ങനെ ഭൂമിയിൽ എല്ലായ്പ്പോഴും ഒരേ താപനിലയല്ല അനുഭവപ്പെടുന്നത്. അതായത് താപവിതരണത്തിൽ സ്ഥലകാല വ്യത്യാസങ്ങൾ അനുഭവപ്പെടുന്നു. അപ്പോൾ ഓരോ സ്ഥലത്തെയും കാലത്തെയും അനുസരിച്ച് എന്ത് ചെയ്യുന്നു, കാലം മാറുന്നതിനനുസരിച്ച് അതുപോലെ സ്ഥലങ്ങൾ മാറുന്നതിനനുസരിച്ചൊക്കെ അവിടെ താപവിതരണത്തിൽ വ്യത്യാസമുണ്ടാകുന്നു. എന്തൊക്കെ ഘടകങ്ങളാണ് താപവിതരണത്തിൽ? ഭൂമിയിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും ഒരേ താപനിലയല്ല അനുഭവപ്പെടുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് താപവിതരണത്തിൽ സ്ഥലകാല വ്യത്യാസങ്ങൾ അനുഭവപ്പെടുന്നു. എന്തൊക്കെ ഘടകങ്ങളാണ് താപവിതരണത്തെ സ്വാധീനിക്കുന്നത് എന്നാണ് അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം അതിലൊന്നാമത്തേത് എന്താണ്, അക്ഷാംശീയ സ്ഥാനം അഥവാ ലാറ്റിറ്റ്യൂഡാണ്. അത് അക്ഷാംശീയ സ്ഥാനം എന്താണെന്ന് അടുത്ത് നമുക്ക് നോക്കാം. സൂര്യപ്രകാശം ഏറെക്കുറെ ലംബമായി പതിക്കുന്ന ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ താപനില വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഭൂമധ്യരേഖ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത് ഭൂമിയാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കുന്നത്, ഇതാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ സൂര്യൻ ഇവിടെയാണെങ്കിൽ ഇവിടെ സൂര്യപ്രകാശം ഇങ്ങനെ ലംബമായി ഇവിടെ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഈ പ്രദേശങ്ങളിൽ എന്താണ്, താപനില വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ഉത്തര ധ്രുവത്തിൽ സൂര്യൻ നിൽക്കുന്നെങ്കിൽ ഇവിടെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ സൂര്യപ്രകാശം ലംബമായി പതിക്കുന്ന സ്ഥലത്ത് എന്തായിരിക്കും, നന്നായിട്ട് സൂര്യരശ്മികൾ പതിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഭൂമിയുടെ ചിത്രം തന്നിട്ടുണ്ട്. അതിൽ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഉത്തര ധ്രുവം ഉണ്ട്, താഴെ ദക്ഷിണ ധ്രുവം തന്നിട്ടുണ്ട്. ഉത്തര ധ്രുവം എന്ന് പറയുന്നത് 90 ഡിഗ്രി വടക്കാണ് ഉത്തര ധ്രുവം. ഇനി 90 ഡിഗ്രി തെക്ക്, അതിന് നമ്മൾ എന്തെന്ന് പറയും, ദക്ഷിണ ധ്രുവം എന്ന് പറയും, അല്ലെങ്കിൽ സൗത്ത് പോൾ എന്ന് പറയും. ഇനി
ആർട്ടിക് വൃത്തം, അതിന് തൊട്ട് താഴെയായിട്ടാണ് എന്ത് ഉള്ളത്? ആർട്ടിക് വൃത്തം എന്ന് പറയുന്നത്. ഇതാണ് ആർട്ടിക് വൃത്തം. ഈ ആർട്ടിക് വൃത്തം എന്ന് പറയുന്നത് 66.5 വടക്ക്. ഇത് ഭൂമധ്യരേഖയ്ക്ക് മുകളിലോട്ടുള്ളതെല്ലാം നോർത്താണ്, വടക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ വടക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിക് വൃത്തം എന്ന് പറയുമ്പോൾ 66.5 വടക്കാണ് ആർട്ടിക് വൃത്തം വരുന്നത്. ഇനി ഇവിടെ അതിനുശേഷം അടുത്ത ഇതാണ് ഉത്തരായന രേഖ. ഈ ഉത്തരായന രേഖ എന്ന് പറയുന്നത് 23.5 വടക്ക്, നോർത്താണ് ഉത്തരായന രേഖ. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇവിടെയാണ് ഭൂമധ്യരേഖ, അത് 0 ആണ്. 0 ആണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. ഇനി താഴോട്ട് വരുമ്പം വീണ്ടും അതുപോലെ ദക്ഷിണായന രേഖ 23.5 തെക്ക്, അതുപോലെ അന്റാർട്ടിക്, മുകളിൽ ആർട്ടിക് ആണെങ്കിൽ താഴെ അന്റാർട്ടിക് ആണ്. അതിൽ രണ്ടിലുമാണ് വ്യത്യാസമുള്ളത്. വടക്കാണ് ആർട്ടിക്, തെക്കാണ് അന്റാർട്ടിക് വൃത്തം. 66.5 തെക്കാണ് അന്റാർട്ടിക് വൃത്തം. പിന്നെ ദക്ഷിണ ധ്രുവം 90 തെക്ക്, അതാണ് നമ്മുടെ ദക്ഷിണ ധ്രുവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഭൂമിയുടെ ആ ഒരു കിടപ്പെന്ന് പറയുന്നത്. ഭൂമിക്ക് ഗോളാകൃതി ആയതിനാൽ മധ്യരേഖയിൽ നിന്നും ധ്രുവങ്ങളോട് അടുക്കുമ്പോൾ സൂര്യരശ്മികൾ കൂടുതൽ ചരിഞ്ഞ് പതിക്കുന്നു. അപ്പം നമുക്കറിയാം നമ്മുടെ ഭൂമിയുടെ ആകൃതി എന്ന് പറയുമ്പോൾ ഗോളാകൃതിയാണ്. അപ്പോൾ മധ്യരേഖയിൽ നിന്നും ധ്രുവങ്ങളോടടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ സൂര്യരശ്മികൾ കൂടുതൽ ചരിഞ്ഞാണ് പതിക്കുന്നത്. അതിനാൽ ഇരുധ്രുവങ്ങളോടും അടുക്കുമ്പോൾ താപനില ക്രമേണ കുറഞ്ഞു വരുന്നു. അപ്പോൾ ധ്രുവങ്ങളോടടുക്കുമ്പോൾ എന്ത് ചെയ്യും? താപനില കുറഞ്ഞാണ് വരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത താപീയ മേഖലകൾ രൂപപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ഭൂമധ്യരേഖയിൽ സൂര്യൻ എന്ത് ചെയ്യുമ്പോൾ ഇരു ധ്രുവങ്ങളോടും അടുക്കുമ്പോൾ, നമ്മുടെ സൗത്ത് പോള് നോർത്ത് പോള് ഇങ്ങനെ ഈ രണ്ട് ധ്രുവങ്ങളോട് അടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ താപനില ക്രമേണ കുറഞ്ഞു വരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യത്യസ്ത താപീയ മേഖലകൾ രൂപപ്പെടുന്നത്. ഇവിടെ ജസ്റ്റ് ഇവിടെ ഒരു ബോക്സ് ഉണ്ടായിരുന്നത് നമ്മൾ പറയാൻ മറന്നുപോയി. അവിടെ നമ്മൾ പറയുന്നത് എന്താണ്? താപീയ മധ്യരേഖ. എന്താണ് താപീയ മധ്യരേഖ എന്ന് നമുക്ക് നോക്കാം. ഓരോ രേഖാംശ രേഖയിലെയും ഏറ്റവും ഉയർന്ന വാർഷിക ശരാശരി അന്തരീക്ഷ താപനില രേഖപ്പെടുത്തിയിട്ടുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് താപീയ മധ്യരേഖ. അതാ ഇവിടെ താപീയ മധ്യരേഖ നമുക്ക് തന്നിട്ടുണ്ടല്ലേ. ഇതാ ഇവിടെ നമ്മൾ കണ്ടപ്പോൾ നേരത്തെ ആ മാപ്പിൽ തന്നായിരുന്നു താപീയ മധ്യരേഖ. അപ്പോൾ ഇതാണ് താപീയ മധ്യരേഖ എന്ന് പറയുന്നത്, ഇവിടെയാണ്. അപ്പോൾ ഈ ഓരോ പ്രദേശങ്ങളിലും എന്ത് ചെയ്യുന്നു? താപീയ മധ്യരേഖ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ 30°C, ഇവിടെ 30°C, ഇങ്ങനെ ഓരോ പ്രദേശങ്ങളിലും എന്താണ്? താപീയ മധ്യരേഖ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ താപീയ മധ്യരേഖ എന്ന് പറയുമ്പം ഈ ഓരോ രേഖാംശ രേഖയിലെയും ഏറ്റവും ഉയർന്ന വാർഷിക ശരാശരിയാണ്. അത് അന്തരീക്ഷ താപനില രേഖപ്പെടുത്തിയിട്ടുള്ള പ്രദേശങ്ങളെ തമ്മിൽ നമ്മൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് താപീയ മധ്യരേഖ. ഇനി നമ്മൾ പറയുന്നത് ഓരോ പ്രദേശത്തെയും എന്താണ് ഈ ഒരു താപീയ മേഖലകളാണ് ഇവിടെ ചിത്രത്തിൽ തന്നിരിക്കുന്നത്. അപ്പോൾ താപീയ മേഖലകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കും. നമ്മൾ ആദ്യം ഇവിടെ നമ്മൾ 0°, അതാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു അതിന് തൊട്ട് മുകളിലോട്ട് ഉഷ്ണമേഖലയാണ്. നമ്മൾ പറഞ്ഞു ഭൂമധ്യരേഖയിലാണ് സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത്. അതുകൊണ്ട് അവിടെ എന്താണ്? അവിടെ ഉഷ്ണമേഖലയാണെന്ന് പറഞ്ഞു. അതിന് തൊട്ട് താഴെയും ഉഷ്ണമേഖലയാണ്. ഇനി 23.5 വടക്ക്, 23.5 വടക്ക് ഇതാണ്, അത് ഉത്തര മിതോഷ്ണ മേഖലയാണ്. അപ്പോൾ അവിടെ എന്താണ്? മിതോഷ്ണ മേഖല. അവിടെ അധികം ചൂടുമില്ല, അധികം തണുപ്പുമില്ല, ഒരു മിതമായ കാലാവസ്ഥ. അപ്പോൾ അവിടെ 23.5 വടക്ക് ഉത്തര മിതോഷ്ണ മേഖല എന്ന് പറയും. ഇനി 66.5 വടക്ക്, അത് നമ്മൾ നേരത്തെ പറഞ്ഞു ആർട്ടിക് മേഖല. അവിടെ എന്താണ്? ഉത്തര ശൈത്യ മേഖല എന്ന് പറയും. അപ്പോൾ ഉത്തര ശൈത്യ മേഖലയാണ് 66.5 വടക്ക്. ഇനി ഏറ്റവും മുകളിലായിട്ട് ഉത്തര ധ്രുവം 90° വടക്ക് ആണ് നമ്മൾ പഠിച്ചത്.
ഇനി എന്താണ് താഴേക്ക് വരുമ്പോഴും അതുപോലെ തന്നെ താഴേക്ക് ഭൂമധ്യരേഖയ്ക്ക് താഴെ തൊട്ട് താഴെയായിട്ട് എന്താണ് ഉഷ്ണമേഖലയാണ്. അത് കഴിഞ്ഞ് ദക്ഷിണ മിതോഷ്ണ മേഖല 23.5 ഡിഗ്രി തെക്ക് വരുമ്പം ദക്ഷിണ മിതോഷ്ണ മേഖലയാണ്. അതിന് തൊട്ട് താഴെയായി ദക്ഷിണ ശൈത്യ മേഖല അല്ലെങ്കിൽ അന്റാർട്ടിക് മേഖലയാണ്. അപ്പോൾ ദക്ഷിണ ശൈത്യ മേഖല ഇനി അത് 66.5 ഡിഗ്രി തെക്കാണ് നമ്മൾ പഠിച്ചത്. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് 90 ഡിഗ്രി ദക്ഷിണ ധ്രുവമാണ്. ഇങ്ങനെയാണ് താപീയ മേഖലകളെ തരംതിരിച്ചിരിക്കുന്നത്. ഇനി താപനില കുറവ് കൂടുതൽ, അതായത് നമ്മൾ സമുദ്രനിരപ്പ് താപനില കൂടുതൽ താപനില കുറവ് ഇവിടെ, അതുപോലെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം ഇവിടെ ഇത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിത്രം 1.6 നിരീക്ഷിച്ച് ഉയരത്തിനനുസരിച്ച് താപനിലയിൽ ഉണ്ടാകുന്ന കുറവ് മനസ്സിലാക്കൂ. 6 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോൾ താപനില എത്രയായിരിക്കുമെന്ന് കണക്കാക്കി ചിത്രത്തിൽ എഴുതി ചേർക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ ഒന്ന് നോക്കാം. ഇവിടെ നമ്മുടെ ഉയരം കൂടും തോറും എന്ത് ചെയ്യുന്നു, താപനില ക്രമേണ കുറഞ്ഞു വരുന്നു. അപ്പോൾ ഉയരം കൂടുന്നതിനനുസരിച്ച് എന്താണ് സംഭവിക്കുന്നത്, താപനിലയിൽ കുറവുണ്ടാകുന്നു. അപ്പം നമുക്ക് താഴെ നിന്ന് നോക്കാം. അപ്പോൾ 0 കിലോമീറ്റർ ആണെങ്കിൽ അവിടെ എത്രയാണ്, 30 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടുത്തെ താപനില. ഇനി 1 കിലോമീറ്ററിലോട്ട് പോകുമ്പോൾ എത്രയാകും, 23.6 ഡിഗ്രി സെൽഷ്യസ് ആണ് 1 കിലോമീറ്ററിന് വരുന്ന താപനില എന്ന് പറയുന്നത്. അപ്പോൾ വേണ്ട, നമുക്ക് ഇവിടെ മുകളിൽ നിന്ന് താഴേക്ക് വരാം. അപ്പോൾ ഇവിടെ മൈനസ് ആദ്യം നമുക്ക് ഇവിടെ തന്നിട്ടില്ല. അപ്പം നമുക്ക് താഴോട്ട് നോക്കിയതിന് ശേഷം അവിടെ എന്ത് ചെയ്യാം, നമുക്ക് 6 കിലോമീറ്റർ ആകുമ്പോൾ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഇനി ഉയരം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരമാണ് തന്നിരിക്കുന്നത്. ഉയരം കൂടുന്തോറും അന്തരീക്ഷ താപനില ക്രമേണ കുറഞ്ഞു വരുന്നു. അപ്പോൾ ഉയരം കൂടുന്തോറും എന്ത് സംഭവിക്കും, അന്തരീക്ഷ താപനില ക്രമേണ കുറഞ്ഞു വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓരോ കിലോമീറ്റർ ഉയരത്തിനും 6.4 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറഞ്ഞു വരുന്ന പ്രതിഭാസത്തെ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഉയരം കൂടുന്തോറും അന്തരീക്ഷ താപനില ക്രമേണ കുറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് കുറയുന്നത്, ഓരോ കിലോമീറ്റർ ഉയരത്തിനും 6.4 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിലാണ് അന്തരീക്ഷ താപനില കുറഞ്ഞു വരുന്നത്. അപ്പോൾ 1 കിലോമീറ്റർ ഉയരത്തിലേക്ക് പോകുമ്പോൾ അവിടെ എത്ര കുറയും, 6.4 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ നമ്മുടെ അന്തരീക്ഷ താപനില എന്ത് ചെയ്യും, കുറഞ്ഞു വരുന്നു. അപ്പോൾ ഈ ഒരു പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ്, ക്രമമായ താപനഷ്ട നിരക്ക് എന്നാണ് നമ്മൾ ഈ ഒരു താപനില കുറഞ്ഞു വരുന്ന ആ ഒരു പ്രതിഭാസത്തിന് പറയുന്ന പേര് നോർമൽ ലാപ്സ് റേറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, ഇവിടെ ഓരോ കിലോമീറ്റർ ഉയരത്തിനനുസരിച്ചാണ് നമ്മളിവിടെ താപനില പറയുന്നത്. ഇപ്പോൾ എത്രയാണ് വരുന്നത്, 6.4 ഡിഗ്രി സെൽഷ്യസ് എന്ന നിലയിലാണ് ഇവിടെ താപനില എന്ത് ചെയ്യുന്നത്, കുറഞ്ഞു വരുന്നത്.
പർവ്വതച്ചരിവുകളിൽ സൂര്യപ്രകാശം കൂടുതലായിട്ട് ലഭിക്കുന്നത് എവിടെയാണ്? സൂര്യപ്രകാശം കൂടുതലായിട്ട് ലഭിക്കുന്ന സ്ഥലങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം സൂര്യരശ്മികൾ, ഇതാണ് സൂര്യരശ്മികൾ പതിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ സൂര്യരശ്മികൾ ഏതാണ്? എ ബി ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പതിക്കുന്നത് ഇവിടെയല്ലേ? അപ്പോൾ കൂടുതൽ പതിക്കുന്നത് സൂര്യന് അഭിമുഖമായ സ്ഥലങ്ങളിലായിരിക്കും സൂര്യരശ്മികൾ കൂടുതൽ പതിക്കുന്നത്. അപ്പോൾ ഇവിടെ എയിൽ എന്താണ്? സൂര്യരശ്മി കുറവായിട്ടായിരിക്കും പതിക്കുന്നത്. ഇവിടെ ഒരു പർവ്വതച്ചെരിവിൽ ഇവിടെ എന്ത് കാണും? ഒരു മറവ് കാണും അല്ലേ? അപ്പോൾ അവിടെ എന്താണ്? താപനില വിപരീത ചെരിവ്. ഇവിടെ വിപരീത ചെരിവ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അവിടെ എന്താണ്? താപനില കുറവായിരിക്കും. സൂര്യന് അഭിമുഖമായ സ്ഥലത്താണ് താപനില കൂടുതലുള്ളത്. അപ്പോൾ ഈ സൂര്യരശ്മികൾ ഇവിടെയാണെങ്കിൽ സൂര്യന് അഭിമുഖമായ സ്ഥലത്ത് മാത്രമായിരിക്കും എന്ത് കൂടുതൽ? നമ്മുടെ സൂര്യരശ്മികൾ പതിക്കുന്നത്, അതായത് താപം കൂടുതൽ, താപനില കൂടുന്നത്. ഇനി ഭൗമോപരിതല താപവിതരണത്തിൽ സ്ഥലകാല വ്യത്യാസങ്ങൾ ഉണ്ടെന്നും അതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമെന്നും ബോധ്യമായില്ലേ? അപ്പം നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഭൗമോപരിതല താപവിതരണത്തിൽ സ്ഥലകാല വ്യത്യാസങ്ങളുണ്ട്, അതിനുള്ള കാരണങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഭൗമോപരിതല താപവിതരണത്തിലെ സ്ഥലകാല വ്യത്യാസങ്ങൾ മറ്റ് അന്തരീക്ഷ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നത് എങ്ങനെയെന്നാണ് അടുത്ത് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മളിവിടെ എന്താണ്? ബാരോമീറ്റർ തന്നിട്ടുണ്ട്. അതൊരു കോളത്തിൽ തന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമുക്ക് പോകാം. ബാരോമീറ്റർ. അപ്പോൾ ബാരോമീറ്റർ, ഇതാണ് ബാരോമീറ്റർ എന്ന് പറയുന്നത്. ഇവിടെ വായുമർദ്ദം, അതിൻ്റെ രസനിരപ്പ്, ഇതൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഇനി അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. അപ്പോൾ അറിയാവുന്നുള്ളൊരു ഫാക്റ്റാണത്. എന്താണ്? അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബാരോമീറ്റർ ആണ്. മെർക്കുറി ബാരോമീറ്റർ, അനിറോയിഡ് ബാരോമീറ്റർ തുടങ്ങി വിവിധ തരം ബാരോമീറ്ററുകളുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? മെർക്കുറി ബാരോമീറ്ററും തന്നിട്ടുണ്ട്. ചിത്രം 1.10 തന്നിരിക്കുന്നത് മെർക്കുറി ബാരോമീറ്റർ ആണ്. ഇതാണ് മെർക്കുറി ബാരോമീറ്റർ. ഇതുണ്ട് രസനിരപ്പൊക്കെ തന്നിരിക്കുന്നത് മെർക്കുറി നിരപ്പ്. ഇതാണ് നമ്മുടെ മെർക്കുറി ബാരോമീറ്റർ. ഈ കാണിച്ചിരിക്കുന്നതാണ് അനിറോയിഡ് ബാരോമീറ്റർ എന്ന് പറയുന്നത്. ഇനി മെർക്കുറി ബാരോമീറ്ററിൽ ഭൗമോപരിതല ശരാശരി അന്തരീക്ഷ മർദ്ദം 76 സെൻറ്റിമീറ്ററായി രേഖപ്പെടുത്തുന്നു. അപ്പം മെർക്കുറി ബാരോമീറ്ററിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ ഭൗമോപരിതല ശരാശരി അന്തരീക്ഷ മർദ്ദം എങ്ങനെയാണ്? 76 സെൻറ്റിമീറ്ററായി രേഖപ്പെടുത്തുന്നു മെർക്കുറി ബാരോമീറ്ററിൽ. ഇനി അന്തരീക്ഷ മർദ്ദം രേഖപ്പെടുത്തുന്നത് സാധാരണ മില്ലി ബാർ, ഹെക്ടോ പാസ്കൽ എന്നീ ഏകകങ്ങളിലാണ്. അപ്പോൾ നമുക്കറിയാം അന്തരീക്ഷമർദ്ദം രേഖപ്പെടുത്തുന്ന ഏകകങ്ങൾ അല്ലെങ്കിൽ യൂണിറ്റുകൾ ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം മില്ലി ബാർ, ഹെക്ടോ പാസ്കൽ എന്നിവയാണ് അന്തരീക്ഷമർദ്ദം രേഖപ്പെടുത്തുന്ന ഏകകങ്ങൾ അല്ലെങ്കിൽ യൂണിറ്റുകൾ. ഭൗമോപരിതല ശരാശരി മർദ്ദം എന്ന് പറയുന്നത് എത്രയാണ്? 1013.2 മില്ലി ബാർ അല്ലെങ്കിൽ എന്താണ്? HP ഹെക്ടോ പാസ്കൽ ആണ്. 1013.2 മില്ലി ബാർ അഥവാ 1013.2 ഹെക്ടോ പാസ്കലാണ് ഭൗമോപരിതല ശരാശരി മർദ്ദം. അപ്പോൾ അതും ചോദിക്കാൻ ഒരു നല്ല ക്വസ്റ്റ്യനാണ്. ഭൗമോപരിതല ശരാശരി മർദ്ദം എത്രയാണ് എന്നുള്ളത് 1013.2 എന്ന് ഓർത്ത് വയ്ക്കുക. 1013.2. ഇനി നമ്മൾ പറയുന്നത് അന്തരീക്ഷ മർദ്ദവും കാറ്റുകളുമാണ്. മറ്റെല്ലാ വസ്തുക്കൾക്കും എന്ന പോലെ വായുവിനും ഭാരമുണ്ട്. അപ്പോൾ നമുക്കറിയാം വായുവിന് എന്തുണ്ട്? ഭാരമുണ്ട് എന്ന് നമുക്കറിയാം. അന്തരീക്ഷ വായു ഭൗമോപരിതലത്തിൽ ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷ മർദ്ദം. അപ്പോൾ അന്തരീക്ഷ വായുവിന് ഭാരമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? വായുവിന് ഭാരമുണ്ട്. അപ്പോൾ അന്തരീക്ഷ വായു ഭൗമോപരിതലത്തിൽ ചെലുത്തുന്ന ഭാരമാണ് എന്ത്? അന്തരീക്ഷ മർദ്ദം അഥവാ അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറയുന്നത്. അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം എന്നാണ് അടുത്ത് നമ്മൾ പറയുന്നത്. അതിലൊന്നാമത്തേതാണ് അന്തരീക്ഷ താപനില. 2 സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, അന്തരീക്ഷ വായുവിലെ ജലാംശം. അപ്പോൾ അന്തരീക്ഷ താപനില, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, അന്തരീക്ഷ വായുവിലെ ജലാംശം എന്നിങ്ങനെ നമ്മൾ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ തരംതിരിച്ചിട്ടുണ്ട്. ഈ ഘടകങ്ങൾ ഓരോന്നും അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്നത് എങ്ങനെയെന്നാണ് അടുത്ത് നമ്മൾ പറയുന്നത്. അന്തരീക്ഷ വായു ചൂടുപിടിച്ച് വികസിക്കുകയും
ഭാരം കുറഞ്ഞ് ഉയരുകയും ചെയ്യുന്നു. അപ്പോൾ അന്തരീക്ഷവായു എന്ത് ചെയ്യുന്നു? ചൂട് പിടിച്ചാൽ അത് വികസിക്കുകയും അതിന് ഭാരം കുറഞ്ഞ് അത് ഉയരുകയും ചെയ്യുന്നു. ഇപ്രകാരം ന്യൂനമർദ്ദ മേഖലകൾ രൂപപ്പെടുന്നു. അങ്ങനെ അന്തരീക്ഷമർദ്ദം ഭാരം കുറഞ്ഞ് ഉയർന്ന് പോയാൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെ ന്യൂനമർദ്ദ മേഖലകൾ രൂപപ്പെടുന്നു. ഇത്തരത്തിൽ ഉയരുന്ന വായു ക്രമേണ തണുത്ത് സങ്കോചിച്ച് താഴ്ന്നിറങ്ങുന്ന ഇടങ്ങളിൽ ഉച്ചമർദ്ദ മേഖലകൾ രൂപപ്പെടുന്നു. അപ്പോൾ ഈ വായു എന്ത് ചെയ്യും? ക്രമേണ തണുത്ത് അപ്പോൾ അത് സങ്കോചിക്കുമ്പോൾ അതെന്ത് ചെയ്യുന്നു? താഴ്ന്നിറങ്ങുന്നു. ഇവിടങ്ങളിൽ എന്താണ്? ഉച്ചമർദ്ദ മേഖലകൾ രൂപപ്പെടുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ്? സമുദ്രനിരപ്പിൽ നിന്ന് ഉയരും തോറും അന്തരീക്ഷ വാതകങ്ങളുടെ സാന്ദ്രത കുറയുന്നതിനാൽ അന്തരീക്ഷമർദ്ദം ക്രമേണ കുറഞ്ഞു വരുന്നു. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് ഉയരും തോറും എന്ത് ചെയ്യുന്നു? അന്തരീക്ഷ വാതകങ്ങളുടെ സാന്ദ്രത കുറയുന്നതിനാൽ അവിടെ എന്ത് കുറയും? അന്തരീക്ഷമർദ്ദം ക്രമേണ കുറഞ്ഞു വരുന്നു. ഓരോ 10 മീറ്ററിനും ഏകദേശം 1 മില്ലി ബാർ എന്ന തോതിലാണ് ലംബതലത്തിൽ അന്തരീക്ഷമർദ്ദം കുറയുന്നത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ലംബതലത്തിൽ അന്തരീക്ഷമർദ്ദം കുറയുന്നത് എങ്ങനെയാണ്? ഓരോ 10 മീറ്ററിനും ഏകദേശം 1 മില്ലി ബാർ എന്ന തോതിലാണ് ലംബതലത്തിൽ അന്തരീക്ഷമർദ്ദം കുറയുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത്, ഉയർന്ന പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ചെവിയടപ്പ് തുടങ്ങിയ അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും? അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഉയരം കൂടുന്നതിനനുസരിച്ച് എന്താണ്? താപനിലയിൽ വ്യത്യാസം വരുന്നു എന്ന് പറഞ്ഞു. ഓരോ കിലോമീറ്ററിനും 6.4 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിലാണ് എന്താണ് ഉയരം, അപ്പോൾ തണുപ്പ് കൂടുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി അതുപോലെയാണ് നമുക്കിവിടെയും എന്താണ് പറയാൻ പറ്റുന്നത്? അന്തരീക്ഷമർദ്ദവും അതുപോലെയാണ്. അന്തരീക്ഷമർദ്ദം കുറയുന്നതിനനുസരിച്ചും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു അതായത് ഓരോ 10 മീറ്റർ നമ്മൾ ഉയരത്തിലോട്ട് പോകുമ്പോൾ തോറും ഏകദേശം 1 മില്ലി ബാർ എന്ന തോതിൽ ലംബതലത്തിൽ എന്ത് കുറയുന്നുണ്ട്? അന്തരീക്ഷമർദ്ദം കുറയുന്നുണ്ട്. ഇനി ഇവിടെ ഒരു ബോക്സിൽ ഒരു സംഭവം തന്നിട്ടുണ്ട്. എന്താണ്? നിങ്ങൾക്കറിയാമോ? എന്താണെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൽ അന്തരീക്ഷ വായു ചെലുത്തുന്ന കനത്ത മർദ്ദം നമുക്ക് അനുഭവവേദ്യമാകുന്നില്ല. എന്നാൽ നമ്മുടെ ശരീരം തത്തുല്യമായ ശരീരമർദ്ദം പ്രതിമർദ്ദം ചെലുത്തി ഇതിനെ സന്തുലിതമാക്കുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ മർദ്ദമുണ്ട്, നമ്മൾ പറയും BP എന്ന് പറയും അല്ലേ. അപ്പോൾ അത് കൂടുകയും കുറയും ഒക്കെ ചെയ്യുന്നു, ഒരു നോർമലിൽ നിൽക്കും. അപ്പോൾ ആ ഒരു ഇതാണ് നമ്മളിവിടെ പറഞ്ഞത്. എന്താണ്? അതുപോലെയാണ് അന്തരീക്ഷ വായുവും ചെലുത്തുന്ന ആ ഒരു മർദ്ദമെന്ന് പറയുന്നത്. വായുവിലെ ജലാംശം അഥവാ ആർദ്രത കൂടുമ്പോൾ നൈട്രജൻ, ഓക്സിജൻ തുടങ്ങിയ ഭാരം കൂടിയ വാതകങ്ങളുടെ സ്ഥാനത്ത് ജലതന്മാത്രകൾ ഇടം പിടിക്കുന്നു. അപ്പോൾ വായുവിൽ ജലാംശം കൂടുമ്പോഴുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ജലാംശം അല്ലെങ്കിൽ ആർദ്രത കൂടുമ്പോൾ എന്ത് സംഭവിക്കും? നൈട്രജൻ, ഓക്സിജൻ തുടങ്ങിയ ഭാരം കൂടിയ വാതകങ്ങളുടെ സ്ഥാനത്ത് ജലതന്മാത്രകൾ ഇടം പിടിക്കുന്നു. ജലതന്മാത്രകൾക്ക് ഭാരം കുറവായതിനാൽ വരണ്ട വായുവിനെ അപേക്ഷിച്ച് ആർദ്രവായുവിൽ അന്തരീക്ഷമർദ്ദം കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഉയർന്ന പ്രദേശങ്ങളെ അപേക്ഷിച്ച് തീരപ്രദേശങ്ങളിൽ അന്തരീക്ഷമർദ്ദം കുറവാണ്. കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞല്ലോ, താഴ്ന്ന പ്രദേശങ്ങളിൽ എന്ത് കൂടുതലാണ്? നമ്മുടെ വായുവിൽ അന്തരീക്ഷത്തിൻ്റെ ജലാംശം കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അവിടെ അന്തരീക്ഷമർദ്ദം കുറവെന്ന് പറയുന്നത്. ഇളം കാറ്റുകൾ മുതൽ വിനാശകാരികളായ കൊടുങ്കാറ്റുകൾക്ക് വരെ കാരണമാകുന്നത് അന്തരീക്ഷമർദ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകളാണെന്നതിനാൽ സ്ഥാനീയ മർദ്ദവിതരണം സംബന്ധിച്ച് വിശകലനങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഓരോ പ്രദേശത്തും രേഖപ്പെടുത്തുന്ന അന്തരീക്ഷമർദ്ദത്തെ ഭൂപടങ്ങളിൽ രേഖപ്പെടുത്തി ഒരേ മർദ്ദമുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് സാങ്കല്പിക രേഖകൾ വരയ്ക്കുന്നു. ഈ സാങ്കല്പിക രേഖകളെയാണ് സമമർദ്ദരേഖകൾ അഥവാ ഐസോബാർസ് എന്ന് വിളിക്കുന്നത്. നേരത്തെ നമ്മൾ ഐസോതേംസ്, ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ ബന്ധപ്പെടുത്തി വരയ്ക്കുന്ന രേഖകൾ. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? ഒരേ എന്താണ് മർദ്ദമുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു കൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾക്ക് പറയുന്ന പേരാണ് സമമർദ്ദരേഖകൾ. ആഗോള മർദ്ദ വിതരണം കാണിക്കുന്ന സമമർദ്ദ രേഖാ ഭൂപടമാണ് ചുവടെ തന്നിട്ടുള്ളത്. ഇതിൽ H എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉച്ചമർദ്ദ കേന്ദ്രങ്ങളെയും L എന്നത് ന്യൂനമർദ്ദ കേന്ദ്രങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് നോക്കാം നമുക്ക്.
അപ്പോൾ ഇവിടെ ഈ കാണുന്നതൊക്കെ എന്താണ്? ഹൈ പ്രഷർ സ്ഥലങ്ങളാണ്, അതായത് ഉച്ചമർദ്ദ മേഖലകളാണ്. ഇത് എല്ല് തരുന്നതൊക്കെ ലോ പ്രഷറാണ്, അതായത് നീചമർദ്ദ മേഖലകളാണ്, അതായത് മർദ്ദം കുറഞ്ഞ മേഖലകളാണ്. അപ്പോൾ ആഗോള മർദ്ദ വിതരണം മില്ലി ബാറിൽ ജനുവരിയിലെ കണക്കാണ് തന്നിരിക്കുന്നത് കേട്ടോ. ആഗോള മർദ്ദ വിതരണം സമമർദ്ദരേഖ ഭൂപടം അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി വ്യത്യസ്ത ഋതുക്കളിലെ ആഗോള മർദ്ദ വിതരണ ഭൂപടങ്ങൾ വിവര സാങ്കേതിക സഹായത്താൽ ഡൗൺലോഡ് ചെയ്ത് മർദ്ദ വിതരണ ക്രമത്തിലെ വ്യത്യാസം മനസ്സിലാക്കാൻ കുട്ടികൾക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താപം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലാണെന്ന് നമുക്കറിയാം. അപ്പം നമ്മൾ പറഞ്ഞു എന്താണ്? താപം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലാണ്. അതുകൊണ്ട് തന്നെ ഭൗമോപരിതലത്തിൽ ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ മർദ്ദം ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലും ഏറ്റവും കൂടുതൽ ധ്രുവ പ്രദേശങ്ങളിലുമായിരിക്കും. അപ്പം നമുക്കറിയാം എന്താണ്? ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലാണ് താപം കൂടുതൽ. അവിടെ എന്ത് കുറവായിരിക്കും? അന്തരീക്ഷ മർദ്ദം കുറവായിരിക്കും. അതുപോലെ ധ്രുവപ്രദേശങ്ങളിൽ എന്താണ്? താപം കുറവാണ്, പക്ഷെ അവിടെ എന്ത് കൂടുതലായിരിക്കും? അന്തരീക്ഷ മർദ്ദം കൂടുതലായിരിക്കും. അതായത് മധ്യരേഖയിൽ നിന്നും ധ്രുവങ്ങൾക്ക് അഭിമുഖമായി മർദ്ദം ക്രമേണ കൂടി വരേണ്ടതുണ്ട്. എന്നാൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. എന്താണ്? ചിലയിടങ്ങളിൽ ഭൂഭ്രമണത്തിൻ്റെതായ സ്വാധീനത്താൽ മർദ്ദ സാഹചര്യങ്ങൾ വ്യത്യാസപ്പെടുന്നു. ചില പ്രത്യേക അക്ഷാംശ മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക മർദ്ദ മേഖലകൾ രൂപപ്പെടുന്നു. ഇവയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആഗോള മർദ്ദ മേഖലകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആഗോള മർദ്ദ മേഖലകൾ എന്താണ്? ചില പ്രത്യേക അക്ഷാംശ മേഖലകൾ കേന്ദ്രീകരിച്ച് എന്ത് ചെയ്യുന്നു? പ്രത്യേക മർദ്ദ മേഖലകൾ രൂപപ്പെടുന്നു. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആഗോള മർദ്ദ മേഖലകൾ എന്നാണ് അത് പറയുന്നത്. ഇനി ആഗോള മർദ്ദ മേഖലകൾ എന്തൊക്കെയാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പോൾ ആഗോള മർദ്ദ മേഖലകൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സായിട്ട് എടുക്കാം. കാരണം ഇപ്പോൾ തന്നെ നമുക്ക് 1 മണിക്കൂറിന് പുറത്തായി. അപ്പോൾ അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് അധികരിച്ചു പോകും. ഇനി ഏകദേശം 1 മണിക്കൂറിനുള്ള ഒരു ക്ലാസ് എടുക്കുന്നതിന് കൂടിയുള്ള ഒരു പാഠഭാഗം ഇതിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു.